കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ മഹാത്ഭുതങ്ങളും അതുപോലെ ഭഗവാന്റെ അനുഭവ കഥകളും ഭക്തർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്ന് കേൾക്കുക എന്നത് ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ഭഗവാന്റെ ഭക്തന്മാരെ ഈ ചാനലിലൂടെ കൊണ്ടുവന്ന് മറ്റ് ഭക്തന്മാർക്ക് കൂടി അറിവില്ലാത്ത കാര്യങ്ങളെല്ലാം പരസ്പരം മനസ്സിലാക്കി, എല്ലാം ഭഗവാന്റെ കൂടെ സഹകരിച്ചിട്ടുള്ളവർക്കെല്ലാം ഏതെങ്കിലും അനുഭവങ്ങളില്ലാത്തവരായി ആരും തന്നെ കാണുകയില്ല. അതാണ് ഭഗവാന്റെ മഹാത്ഭുതങ്ങളിലൊന്ന്. അതുപോലെ ഭക്തന്മാരെ മറ്റാൾക്കാർക്ക് കൂടി പരിചയപ്പെടുത്തുക. കാരണം ഭഗവാന്റെ 3 ആശ്രമങ്ങളും അതുപോലെ ഭഗവാന് ശരിക്ക് ലക്ഷക്കണക്ക് ഭക്തന്മാരുണ്ട്. അപ്പോൾ ഈ ഭക്തന്മാർക്ക് പലരും പരസ്പരം അറിയില്ല. അങ്ങനെ ഭഗവാന്റെ ഭക്തന്മാരെ പരിചയപ്പെടുത്തുന്നതിനൊപ്പം തന്നെ സത്യാന്വേഷികളായിട്ടുള്ള, അതായത് ഒരു ആശ്രമ സംസ്കാരം, ഒരാശ്രമം എങ്ങനെ, ഒരു സന്യാസി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരും ഈ ആശ്രമത്തിൽ വന്നു തുടങ്ങി. അപ്പോൾ അവരെല്ലാം ഈ ആശ്രമ മാഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് നിതിൻ സാറാണ്. സാറ് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് മാരായമുട്ടം എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം ചിന്താലയ വിദ്യാലയത്തിലെ അധ്യാപകനാണ്. അദ്ദേഹം കഴിഞ്ഞ ശരിക്ക് 8 വർഷത്തോളം കാലയളവായിട്ട് നമ്മളെ സ്കൂളിലെ അധ്യാപകനാണ്. അവിടുത്തെ ശരിക്ക് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അച്ഛൻ തൊട്ട് അദ്ദേഹം വരെ ഭഗവാന്റെ ആശ്രിതനുമാണ്, ഭഗവാനെ ആശ്രമവുമായി ബന്ധമുള്ള ആളുമാണ്. അപ്പോൾ അദ്ദേഹത്തെയാണ് ഇന്ന് നമുക്ക് ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സാറ് ഈ തിരക്കിനിടയിലും ഭഗവാനെക്കുറിച്ച് വന്ന് മറ്റ് ഭക്തർക്ക് കൂടെ മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കാൻ വന്നതിന് വളരെ നന്ദി. അതേപോലെ തന്നെ സാറിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സ്കൂളിനെക്കുറിച്ചും പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഉപരി സ്കൂളിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സാറിന് പറയാൻ കാണും. അപ്പോൾ സാറ് മറ്റ് പ്രേക്ഷകർക്ക് കൂടി വേണ്ടി പങ്കുവയ്ക്കണം. നമസ്കാരം. നമസ്കാരം. ഓം സത് ഗുരവേ നമഃ. ഇങ്ങനൊരു അവസരം തന്നതിന് സാറിനോട് പ്രത്യേക നന്ദി പറയുന്നു. ഞാനും ഒട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. ആദ്യം ഒരിക്കൽ ഇതുപോലെ സംസാരിക്കാനൊരു അവസരം തന്ന സമയത്ത് നമുക്ക് ബോർഡ് എക്സാം ആയിരുന്നു. അപ്പോൾ പ്രാക്ടിക്കലിൻ്റെ അന്ന് അവസരം കിട്ടിയില്ല. പെട്ടെന്നാണ് ഇപ്പോൾ വാല്യുവേഷൻ ക്യാമ്പ് കഴിഞ്ഞ് വന്നപ്പോഴാണ് മെനങ്ങാന്നാണ് കോള് വരുന്നത്. അപ്പോൾ ഭഗവാനെ പറ്റി പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ല. പക്ഷേ
എൻ്റെ വ്യക്തിപരമായ കാര്യം എടുത്ത് പറയുകയാണെങ്കിലും അല്ല എൻ്റെ പ്രൊഫഷണൽ ലൈഫായിട്ട് എടുത്താൽ രണ്ടായിട്ട് പറയുന്നതാണ് എനിക്കിഷ്ടം. അച്ഛനൊക്കെ പറഞ്ഞ് കേട്ടുള്ള അറിവാണ് മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് ഞങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ ഭഗവാനെ പരീക്ഷിക്കാൻ വരെ പോയ കഥകളൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. പക്ഷെ എല്ലാവരെയും ഭഗവാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അത് എന്തിനാണ് അവിടെ പോയതെന്നും അതെല്ലാം പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവങ്ങളെന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂൾ തൊട്ടാണ് എൻ്റെ ഭഗവാനുമായിട്ടുള്ള അനുഭവം തുടങ്ങുന്നത്. ഒരു നിയോഗം പോലെ സ്കൂളിൽ വരുന്നത് ഈ ഇൻ്റർവ്യൂ അന്നേ ദിവസം 3 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ എറണാകുളം ഒരു ഹോട്ടലിൽ വെച്ച് ഒരു തമിഴ്നാട് സ്കൂളിൻ്റെ ഇൻ്റർവ്യൂ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ഒരു സ്കൂളിലെ ഇൻ്റർവ്യൂ, പിന്നെ ഈ ഇൻ്റർവ്യൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു മലപ്പുറം സ്കൂളിലേക്ക് പോവാം. ആ ഇൻ്റർവ്യൂവിന് തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യ്, ഈ ചിന്താലയ സ്കൂളിലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം B.Ed പഠിച്ച് കഴിഞ്ഞതല്ലേ ഉള്ളൂ, അപ്പോൾ തന്നെ സെറ്റും ഒക്കെ കിട്ടി. അപ്പോൾ ആദ്യം ഇവിടെ പോയി അതെന്താണ് എന്നൊന്ന് പഠിക്കും, എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ അച്ഛൻ്റെ വാക്ക് കേട്ടിട്ടാണ് അത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വരുന്നു. ഒരു വലിയ പാനലുണ്ടായിരുന്നു, അതിൽ എല്ലാവരും ഇൻ്റർവ്യൂ ഒക്കെ നടത്തി. അനന്തകൃഷ്ണ സാർ അടങ്ങുന്ന പാനലാണ്. ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് 10 ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് കോള് വന്നു, നിതിനെ ഇതുപോലെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മെയിൽ വരുന്നു, ജോയിൻ ചെയ്യുന്നു. ഞാൻ നേരിട്ട് ഭഗവാനെ കണ്ടിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല, എനിക്ക് ഈ കേട്ട അനുഭവമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അന്ന് ഈ വാർഷികം കഴിഞ്ഞ ഭഗവാൻ കള്ളിക്കാട് ആശ്രമത്തിലുള്ള സമയമാണ്. ഞങ്ങളുടെ ആൺ സാറന്മാരുണ്ട്, വിജയകുമാരൻ സാറ്, ഇവരോടൊപ്പമാണ് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ഈ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് ആദ്യം ചെന്ന് നമ്മൾ ഭഗവാനെ കാണും, തൊഴും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഭഗവാനെ കാണാൻ പോയപ്പോഴാണ് ആ ദർശനം കിട്ടുന്നത്. ഇത്രയ്ക്ക് കണ്ടപ്പോൾ അത്ഭുതം തോന്നി, ഇത്രയ്ക്ക് സിമ്പിളാവാൻ ഒരാളെ കൊണ്ട് കഴിയൂ, വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ പക്ഷേ എന്നെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ എന്നെ നോക്കിയില്ല. എല്ലാവരെയും ഇങ്ങനെ നോക്കി, വേറെ ഒന്നും പറഞ്ഞില്ല, പോയി കഴിക്കാൻ പറഞ്ഞു. പോയി ഞങ്ങൾ കഴിച്ച് തിരിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് ചിന്തിച്ചു, എന്താ എല്ലാവരെയും നോക്കി, എന്നെ നോക്കിയില്ലല്ലോ. 2ാമത്തെ ദിവസം പോയി, അപ്പോഴത്തേക്ക് എല്ലാവരോടും സംസാരിച്ചു പോകാൻ. എന്നെ ഒന്ന് നോക്കി, ആ നോട്ടം എനിക്ക് കിട്ടി 2ാമത്തെ ദിവസം. അപ്പോൾ അടുത്ത് ഇത് കഴിച്ചിട്ട് പോകുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, അത് എല്ലാവരോടും സംസാരിച്ചു, അത് എന്നോട് സംസാരിച്ചില്ല. അപ്പോൾ അടുത്ത ദിവസം ഞാൻ വീണ്ടും പോവുകയാണ്. പോയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഞാനായിട്ട് അവിടെ പോകുന്നു. സാറൊക്കെ അല്പം നേരത്തെ കഴിക്കാൻ പോയ സമയത്ത് എൻ്റെ അടുത്ത് പോയി ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരവുമായി. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് സാറന്മാരോട് നടക്കുമ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, വിജയൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ എല്ലാവരുമൊക്കെ ഇങ്ങനെ കൈയെടുത്ത് അനുഗ്രഹമൊക്കെ കൊടുക്കാറുണ്ട്, എന്താ നമ്മുടെ സ്വാമി അങ്ങനെ ചെയ്യാത്തത്? അപ്പോൾ വിജയൻ സാറ് പറഞ്ഞു, അങ്ങനെ അല്ല നിതിൻ സാറേ, ഭഗവാൻ അങ്ങനെയൊന്നും കാണുന്ന ആളല്ല. ഒരു സാധാരണ രീതിയിൽ എങ്ങനെ ആയിരിക്കണം ഒരു വ്യക്തി എന്നത് ജീവിത രീതിയിലൂടെ കാണിച്ചു തരുന്ന ഒരാളാണ്. അത് നമ്മളത് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കിയാലേ നമുക്കത് മനസ്സിലാവും, അല്ലാതെ നിസ്സാരമായി മനസ്സിലാവുന്ന ഒരു കാര്യമല്ല എന്ന് പറഞ്ഞു. ശരി, ഞാനത് കേട്ടിട്ട് അടുത്ത ദിവസവും പോയി. അന്ന് ഇതുപോലെ അല്പം ലേറ്റായിട്ടാണ് ഞാൻ പോകുന്നത്. പോയി അവിടെ ചെന്നപ്പോൾ ഭഗവാൻ കണ്ണടച്ചിരിക്കുകയായിരുന്നു, ഇങ്ങനെ മേശയിൽ കൈ വെച്ച് കണ്ണടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഇരുന്നിട്ട് എന്നെ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഇപ്പോൾ എല്ലാവരും കാണിക്കുമ്പോൾ നമ്മളോടൊപ്പം തുഴയല്ലേ, അതെ, പക്ഷേ ഈ ഇങ്ങനെ കൈയെടുത്ത് ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ തലേ ദിവസം കണ്ടിട്ട് തിരിച്ച് വിചാരിച്ചിട്ട് പോകുന്ന കാര്യമാണ് അടുത്ത ദിവസം എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എനിക്കിത് ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്തു. ഇത് എങ്ങനെയാണ്? അപ്പോൾ ഞാൻ അച്ഛനോട് ഇത് ഷെയർ ചെയ്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇനിയും നീ കാണാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ, അവിടെ പോകുമ്പോൾ നിനക്കത് മനസ്സിലാവും. നിന്നെ നീയാക്കി ഒരു ഷേപ്പിങ് മാറ്റിയിട്ടേ ഭഗവാൻ നിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് വിടത്തുള്ളൂ. അതാണ് നിയോഗം എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. കുറേ കാലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈഫിൽ സന്തോഷവും സങ്കടവും എല്ലാം ഉണ്ടാവും. അപ്പോൾ എൻ്റെ ലൈഫിലൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, പേഴ്സണൽ വിഷയമായതുകൊണ്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല.
എങ്കിലും ഞാൻ അതിനെ ക്ഷണിക്കാനായി ഭഗവാന്റെ അടുത്ത് പോയി. രാവിലെ പോയി. രാവിലെ എല്ലാവരെയും കാണുന്നതല്ലേ. അന്ന് ഹരീന്ദ്രൻ സാറും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ ആദ്യം ക്ഷണിക്കാം എന്ന് പറഞ്ഞ് പോയപ്പോൾ അന്ന് ഭഗവാന് പനിയാണ്, പുറത്ത് വന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? സങ്കടത്തിലായി. ഞാനും അച്ഛനും കൂടെയാണ് പോയത്. ഈ ക്ഷണം നോക്കാൻ വേണ്ടി വന്നു എന്ന് അറിഞ്ഞപ്പോൾ ഭഗവാൻ കിടക്കുന്ന കട്ടിലിനടുത്തോട്ട് വിളിച്ചു. പക്ഷെ ഭഗവാൻ തിരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞ അഴുക്കപ്പനി പിള്ളേ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് പറഞ്ഞത്, അഴുക്കപ്പനി പിള്ളേ, തലയണയുടെ അടിയിൽ വെച്ചിട്ട് പോകാൻ പറഞ്ഞു ക്ഷണം. അപ്പോൾ ഞാൻ വെച്ചിട്ട് തിരിച്ചിഞ്ഞു പോന്നു. പക്ഷെ അത് തന്നൊരു സൂചനയായിരുന്നു, അത് ശരിയല്ല, അഴുക്കപ്പനിയാണ്, എന്തെങ്കിലും പോയി കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ സാറുണ്ട്, ഹരീന്ദ്ര സാറ് എൻ്റെ ഒപ്പം ഇരുന്നാണ് ഞാനും അച്ഛന് ഭക്ഷണം കഴിക്കുന്നത്. അന്ന് സാറിന് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ലായിരിക്കും, എങ്കിലും അപ്പോൾ കഴിച്ചിട്ട് ഞങ്ങൾ പോയി. പക്ഷെ അത് തലവേദനയായിരുന്നു. ഞാൻ അതിൻ്റെ ഒരുപാട് പ്രശ്നത്തിൽ പെട്ട് വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ വീണ്ടും ചെന്നിട്ട് വിഷമത്തോടു കൂടി ഭഗവാന്റെ അടുത്ത് ഞാൻ ചെന്ന് തൊഴുതുകൊണ്ട് നിന്നു. ഇന്നും പറയേണ്ട ആവശ്യം ഒന്നും ഞാൻ ഇതുവരെ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. തൊഴുതുകൊണ്ട് നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് തൊഴുതുകൊണ്ട് ഇങ്ങനെ പിന്നെ ഒരു അവസരത്തിൽ നിന്നപ്പോൾ അങ്ങനെ ആ കട്ടിലിൻ്റെ അകത്തിരുന്നിട്ട് ഈ ഒരു വരാന്തര വെളിയിലാണല്ലോ, അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ആര് എന്താ ചോദിച്ചിട്ട് ഇങ്ങ് ബാന്ന് വിളിച്ചു. അടുത്ത് വിളിച്ചിട്ട് എവിടെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടാന്ന് പറഞ്ഞു. ആ സ്കൂൾ ചിന്താലയിൽ. എനിക്ക് വലിയ തലവേദന, അതുകൊണ്ടാണ് ഞാൻ കണ്ണാടി, അന്നാണ് അത് കണ്ണാടി വയ്ക്കുന്ന സമയം, അത് കണ്ണാടി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും കണ്ടും കൂടാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതും ഒരു സൂചനയാണ്, തലവേദനയാണ്, പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഇതൊന്ന് എനിക്കെല്ലാം സൂചന തന്നെങ്കിലും ഞാൻ അപ്പോൾ എൻ്റെ അറിവിൽ വളരെ ഇത് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരിതില്ല. പിന്നീട് ഓരോ നിമിത്തങ്ങളെയും ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. കുട്ടികളോടൊപ്പം എല്ലാ വർഷവും ഹാൾ ടിക്കറ്റ് വാങ്ങാൻ പോകുമ്പോൾ ഒപ്പം പോകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ പിള്ളേരോട് ഒപ്പം പോയ സമയത്ത് ഇത്രയും കുട്ടികളെ ഇങ്ങനെ നിരന്നിരിക്കുന്ന അവസരം ലാസ്റ്റ് പോയ സമയത്ത് ഭഗവാൻ എൻ്റെ അടുത്ത് പോയപ്പോൾ ഇങ്ങനെ ദൂരെ ഇതുപോലെ നോക്കിയിട്ട്, അങ്ങ് ദൂരെയാണ് ഞാൻ നിന്നത്, ഇനി വിളിച്ചു. ഈ കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ട് എനിക്ക് ഒരു 500 രൂപ എടുത്ത് കൈ തന്നു. എന്നിട്ടാ പറഞ്ഞ വാത്തിയാൻ്റെ പണി ചെയ്യണം, ഇതിൻ്റെ എന്താണ് അനുഭവം പുറത്തുനിന്ന് കിട്ടും, ഇവിടെ നിന്നൊന്നും പ്രതീക്ഷിച്ച് കളയരുത്, എല്ലാം കിട്ടും എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് വരെയും ഞാൻ ആ ചിന്താലയ വിദ്യാലയത്തിൽ വർക്ക് ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്ത് പ്രശ്നം വന്നാലോ അവിടെ ഭഗവാന്റെ ഒരു ദൂതൻ, അത് മനുഷ്യരാലാണ് വരുന്നത് ഏത് സ്ഥലത്തും. ഇപ്പം ഞാൻ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകനാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ആവശ്യം, അച്ഛന് നല്ല അസുഖമുള്ള ആളാണ്, 5 ഡോക്ടർമാരെ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന ആളാണ് അച്ഛൻ. എനിക്ക് സ്കൂളിലെ കാര്യം ചെയ്യണം, വീട്ടിൽ രാത്രിയായിരിക്കും ചെന്ന് എത്തുന്നത്, അമ്മയ്ക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യണമെങ്കിലും എപ്പോഴും പോയിരുന്നാലും, ഏതൊരു ഹോസ്പിറ്റലിൽ പോയിരുന്നാലും അവിടെ നമ്മളെ സ്വത്തുക്കളായ കുട്ടികളുണ്ട്. ഒരു അധ്യാപകനായാലും ആ അഭിമാനം, അതും ചിന്താലയിലെ അധ്യാപകനായാലും ഒരു അഭിമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർ വളരെ സ്നേഹമുള്ള പിള്ളേരാണ്. അത് ഈ സ്കൂളിലെ കുട്ടികളെ എടുത്ത് പറയാനെന്ന് വെച്ചാൽ അത്രയ്ക്ക്, അതുകൊണ്ടാണ് സ്കൂളിനോട് അത്ര അറ്റാച്ച്മെൻ്റ് ആയി പോകുന്നത്. ഞങ്ങളെ നമ്മൾ അധ്യാപകരെ പിടിച്ച് അതിലേക്ക് അങ്ങ് ഇറക്കി നമ്മളെ എന്ന് വെച്ചാൽ വരും തലമുറയെ നമ്മളെ കൊണ്ട് കഴിയുന്ന എന്താണോ അത് ഭഗവാൻ അങ്ങ് കൊടുക്കാൻ കൂടെ നമ്മൾ പഠിക്കുന്നത്. കാരണം ഭഗവാന്റെ ജീവിതത്തിൽ ബാക്കിയുള്ളവരിൽ നിന്ന് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വന്തമായിട്ട് അധ്വാനിച്ച് അതിലൊരു വിഹിതമാണ് എല്ലാവർക്കും അന്നമായിട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ളവരെ കാര്യം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ അല്ലല്ലോ, അല്ലേ? പക്ഷേ അത് അധ്വാനിച്ചിട്ടാണ് കൊടുക്കുന്നത്, വേറെ ഒരു സംഭാവനയൊന്നും എടുത്തിട്ട് പോലും അല്ല ചെയ്യുന്നത്. അത് ഒരു മാതൃകയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ മനുഷ്യകുലത്തിൽ തന്നെ എന്താണ് നമ്മൾ മതി എന്ന് പറയും, മനസ്സ് നിറഞ്ഞ് മതി എന്ന് പറയുന്ന അന്നം ഇന്നും ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്തത് തൊട്ട് ഇന്ന് വരെ അത് എൻ്റെ അമ്മയെ ഭഗവാൻ അനുഗ്രഹിച്ചതാണ്. കാരണം രോഗിയായിട്ടുള്ള അമ്മ, അപ്പോൾ അമ്മയ്ക്ക് രാവിലെ എണീറ്റ് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പക്ഷേ അമ്മ രാവിലെ എനിക്ക് കാപ്പി തരാതെ വിട്ടിട്ടില്ല. കോളേജിൽ പഠിക്കുന്ന ടൈം ആയിരുന്നാലും 2:30 മണിക്ക് ഞാൻ SM കോളേജ് ചേർത്തലയിലാണ് MS ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ വീട്ടിൽ വന്നിട്ട് 2:30 മണിക്ക് പോയാൽ അപ്പോൾ കാപ്പി തന്നു വിടും. അങ്ങനെയുള്ള അമ്മയാണ്. അപ്പോൾ ഈ ഉച്ചയ്ക്കുള്ള ഭക്ഷണം എന്നും അവിടെ ഒരു പ്രസാദം പോലെ കഴിക്കുകയാണ്. അത്
ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. അങ്ങനെ ചെയ്യില്ലായിരുന്നിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എത്രമാത്രം അവർ ബുദ്ധിമുട്ട് അങ്ങനെ. അപ്പോൾ ഏതൊരു തരത്തിൽ നമ്മൾ ബുദ്ധിമുട്ട് അറിയിക്കത്തില്ല. നമ്മൾ സമ്പന്നരാണോ ദരിദ്രരാണോ എന്നതല്ല, ജീവിതത്തിൽ നമ്മളുടെ കർമ്മം കൃത്യമായി ചെയ്താൽ ആ പ്രതിസന്ധി ഭഗവാൻ നല്ല കണ്ണാടി പോലും തുടച്ച് നീറ്റാക്കി തരുമെന്നത് ഗ്യാരണ്ടി ഉള്ള കാര്യമാണ് സാർ. അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അതാണ് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എവിടെയും അങ്ങനെയാണ്. എന്ത് കാര്യം നമ്മളിപ്പോൾ സ്കൂളിൽ തന്നെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ വല്ലാത്തൊരു ആത്മവിശ്വാസം ശരീരത്തിൽ അങ്ങ് കയറും. കാരണം ഞാൻ ഇപ്പോൾ എപ്പോഴും കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും, സാർ ഇപ്പം മാനേജർ പോസ്റ്റിലേക്ക് അവിടെ വന്നു, എല്ലാ പോസ്റ്റിലും എല്ലാ ചെയറിലും ഒരു എനർജി ഭഗവാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഈ എനർജി നമ്മളിലേക്ക് എടുത്തിട്ട് അതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. അത് കൊടുക്കേണ്ട. സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെ കുട്ടികളാണ്, കുട്ടികളിലേക്ക് നമ്മൾ എത്തിക്കണം. നമ്മളിലേക്കാണ് ആ എനർജി എടുത്ത് നമ്മൾ അഹങ്കാരം കാണിച്ച് അവിടെ നിൽക്കാൻ പറ്റില്ല. പ്രശ്നം കിട്ടും. മറ്റത് അങ്ങനെയല്ല. നമ്മൾ എന്തിനാണ് എന്നെ അവർ അധ്യാപകനായിട്ട് നിർത്തിയിട്ടുണ്ട്, എൻ്റെ കർമ്മം അതാണ്. എൻ്റെ അടുത്ത് വാദ്യാൻ എന്ന് വിളിച്ചപ്പോൾ തന്നെ അതൊരു അംഗീകാരമാണ്. അപ്പോൾ അത് തന്നതെന്ന് വെച്ചാൽ നമ്മളെ പിള്ളേരെ, അത് പഠനമായിരുന്നാലും അവരിലുള്ള ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആയിരുന്നാലും എന്ത് കാര്യമായിരുന്നാലും നമ്മളത് ചെയ്തിരിക്കണം. അതാണ് ആ എനർജി. അപ്പോൾ അത് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തോടു കൂടി. പിന്നെ സ്കൂൾ ലൈഫിനെ കുറിച്ച് അങ്ങനെ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ B.Ed ഒക്കെ കഴിഞ്ഞ ട്രെയിനിങ് ടൈമിൽ ഗേൾസ് മാത്രമുള്ള സ്കൂളിലും ബോയ്സ് മാത്രമുള്ള സ്കൂളിലും അല്ലാതെ തന്നെ മിക്സഡ് ആയിട്ടുള്ള ഈ ശ്രീ ചിത്ര പവർ ഹോമിലെ പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് വൈകുന്നേരം സപ്പോർട്ട് ഒക്കെ കൊടുക്കാൻ വേണ്ടി 10ാം ക്ലാസ്സുകാർക്കൊക്കെ തരും. ഇവരെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ചിന്താലയ വിദ്യാലയത്തിൽ എന്ന് പറയുമ്പോൾ ഒരു ആംബിയൻസ്, നമ്മൾ ആദ്യം കയറുമ്പോൾ, ഞാൻ ഇൻ്റർവ്യൂവിന് കയറുമ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ സ്കൂള് തന്നെ ഒരു ചെറിയ സ്കൂളായിരിക്കും എന്ന് കയറും. പക്ഷേ വെളിയിൽ നിന്ന് കാണുന്ന പോലെ അല്ല സ്കൂൾ. അകത്തോട്ട് പോകുമ്പോൾ ഇതുപോലെ തന്നെ ഒരു വല്ലാത്തൊരു ലോകമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. ഈ തൊട്ടിലിൽ കയറുമ്പോൾ ഉള്ള ഒരു സംരക്ഷണമാണ് ആ സ്കൂളിനകത്തെന്ന് പറയുന്നത്. നമുക്ക് പേഴ്സണലി എന്ത് വിഷമത്തിലായിരുന്നാലും നമ്മൾ ആ ആർച്ച് കഴിഞ്ഞ് അങ്ങ് കയറുമ്പോൾ നമ്മുടെ മനസ്സിൽ അതൊന്നും കാണത്തില്ല. പിന്നെ ആ സ്കൂളിൽ എന്ത് ചെയ്യാം അത് മാത്രമേ കാണൂ. ബാക്കിയൊക്കെ വെളിയിൽ ഇറങ്ങുമ്പോഴായിരിക്കും ചിന്തിക്കുന്നത്. ആ ഒരു ആംബിയൻസ്, അറ്റ്മോസ്ഫിയർ ആയിരുന്നാലും പല ആൾക്കാരും വന്നിട്ട് പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ഭഗവാന്റെ സ്കൂളിൻ്റെ ആ ഒരു ആംബിയൻസ് ആകുമ്പോൾ തന്നെ നമ്മുടെ പകുതിയിൽ അധികം രീതിയാണ് മാറുകയാണ്. അത് ആ കുട്ടികളിലും അത് വരുന്നുണ്ട് ഉറപ്പായിട്ട്. കുട്ടികൾ വന്ന് കയറുമ്പോൾ എത്ര വിറുലൻ്റായിട്ടുള്ള പിള്ളേരായിരുന്നാലും വന്ന് കയറി കഴിയുമ്പോൾ അവർ നമ്മൾ പറയുന്ന രീതിയിലനുസരിച്ച് പോകുന്നതാണ്. ഇന്ന് വരെയും അഭിമാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും വർഷമായിട്ടും ഒരു ഡ്രഗോ ആൽക്കഹോളോ ഒന്നും നമ്മുടെ പിള്ളേരെ ഉപയോഗിക്കേണ്ട ഗതി വന്നിട്ടില്ല. കോമ്പൗണ്ടിലേക്ക് കയറിയിട്ടില്ല. അതിൽ പാരൻസ് തന്നെ പറയുന്നൊരു കാര്യം, നമ്മുടെ ഭഗവാൻ ആ സ്കൂള് അത്രയും ശ്രദ്ധയോട് കൂടിയാണ് അവിടെ എത്തിച്ചിരിക്കുന്നത്. കാരണം ഒരു ജയിൽ ക്യാമ്പസിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഈ കുട്ടികൾക്ക് ഒരാളും പിള്ളേരെ അവിടെ കൊണ്ടുപോകാത്ത ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൂളായിട്ട് കയറാം, വരാം, അവർക്ക് വന്ന് പഠിക്കേണ്ട കാര്യമാണെങ്കിൽ അങ്ങനെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അതിന് വരാം. അത് നല്ലൊരു പരിപാടിയാണ്. കാരണം കുട്ടികളുടെ സ്കില്ല് കണ്ടെത്താനാണല്ലോ ആ പ്രോഗ്രാം. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അക്കാഡമിക് സൈഡ് മാത്രം നോക്കിപ്പോയി 100 ഔട്ട് ഓഫ് 100 വാങ്ങുന്നതിൽ മാത്രം കാര്യമില്ല. പക്ഷേ നമ്മളിപ്പോൾ ആ ഒരുപാട് സ്കിൽ, ബാഡ്മിൻ്റൺ പോലെയും അല്ലെങ്കിൽ നമ്മുടെ വയലിനും ഗിറ്റാറും ഇതുപോലെയുള്ള കുറേ മാർഷ്യൽ ആർട്സുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ അവിടെ നടത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ അവരെ സ്കില്ല് കണ്ടെത്തുകയാണ്, നല്ല രീതിയിൽ അവർ കണ്ടെത്തുകയാണ്. അത് പാരൻസിലേക്ക് എത്തിക്കാനും ഒരു പരിധിവരെ സ്കൂൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അത് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യണം. ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരു നല്ല ലൈഫിലേക്ക് എത്തും. ഇന്ന് എനിക്ക് പറഞ്ഞ 100-300ഓളം സ്റ്റുഡൻസ് ഡോക്ടറായിട്ട് തന്നെ ഉണ്ടെന്ന് പറയാം നമ്മുടെ സ്കൂളിൽ. അപ്പോൾ ആ ഒരിത് എനിക്ക് ഉറപ്പുണ്ട്. ഇന്ന് ഭഗവാന്റെ സ്കൂളിൽ പഠിപ്പിച്ചത് കൊണ്ട് നാളെ ഞാൻ വഴിയിൽ വീണ് കിടന്ന് മരിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല എവിടെയും നമ്മുടെ. അങ്ങനെ അപ്പം ഞാൻ കോടീശ്വരനാണ്. എൻ്റെ പിള്ളേർ ആ ഒരു നിധി പോലെ എവിടെ പോയിരുന്നാലും ഉണ്ട് സാർ. അപ്പോൾ അത് ഈ ഒരു ഏജിൽ ഇത്രയാണെങ്കിൽ ഇനിയും കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ 100% സന്തോഷം അതിലുണ്ട്. പിന്നെ വേറെ സ്കൂളിനെ പറ്റി പറയാനേ ഉള്ളൂ, പറയാൻ ഇന്ന് തീരത്തില്ല. വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്ര വർക്ക് ചെയ്താലും നമ്മൾ തളരില്ല. അത് ഞാൻ എപ്പോഴും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആയിരുന്നു, അല്ലെങ്കിൽ എത്ര എൻഗേജ്ഡ് ആയി നിന്നാലും
നമ്മൾ തളരത്തില്ല. നമ്മളങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു ആംബിയൻസ്. ഇപ്പോൾ +2 നമുക്ക് ഈ വർഷം തന്നെ 121 പിള്ളേരോളം പഠിച്ചിറങ്ങാൻ പോവുകയാണ്. റിസൾട്ട് കാത്തിരിക്കുന്നു. നല്ല റിസൾട്ട് കിട്ടണമെന്നാണ് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നല്ല റിസൾട്ടായിരുന്നു, ഒരു കുട്ടിയുടെയും പരാജയപ്പെട്ടിട്ടില്ല. പിന്നെ ഇത്രയും കുറഞ്ഞ രീതിയിൽ ഭഗവാന്റെ ആ ഒരു ചിന്ത എന്ന് വെച്ചാൽ ഒന്ന് അന്നവും ഒന്ന് വിദ്യയും. അപ്പോൾ ആ വിദ്യ കൊടുക്കുന്നതെന്ന് വെച്ചാൽ വളരെ ഇത്രയും കുറഞ്ഞ ഫീല് അത് സാധാരണക്കാരെ പരിഗണിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ആ പിള്ളേരെ തന്നെ ഒരു ഹോംലി അന്തരീക്ഷം, വീട് പോലെ, രണ്ടാമതൊരു വീട് പോലെ അത് ടീച്ചേഴ്സിനും തോന്നും, കുട്ടികൾക്കും തോന്നും. അതുപോലെ അതിനെ പരിരക്ഷിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ KG ബ്ലോക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു 4 കെട്ട് പോലെയാണ് തോന്നുന്നത്. കാരണം നടുമുറ്റം, ഒരു വീട്ടിനകത്ത് എങ്ങനെയാണോ കുട്ടി അങ്ങനെ അത് തോന്നത്തുള്ളൂ. അതുപോലെ ആ പാർക്കായിരുന്നാലും പിന്നെ ഇങ്ങോട്ട് നമ്മൾ വരുമ്പോൾ ഹയർ ക്ലാസ് ആയിരുന്നാലും കുട്ടികളുടെ അനുസരണം എന്ന് പറഞ്ഞാൽ നമ്മളോട് എതിരൊന്നും പറയുന്ന ഒരു ശീലം കുട്ടിയൊക്കില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഞങ്ങളെ പേടിയല്ല, സ്നേഹമാണ് കൂടുതൽ. പേടിയേക്കാളും ഒരു ബഹുമാനവും സ്നേഹവുമാണ് പിള്ളേർക്കുള്ളത്. ഇപ്പോൾ പരീക്ഷ എഴുതാൻ വേറെ സെൻറ്ററിലൊക്കെ പോകുമ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞ ഈ വർഷവും പറഞ്ഞു, മുമ്പും ഇത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഞാൻ എക്സാം ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ സാർ ചിന്താലയരെ പിള്ളേരെ പരീക്ഷാ ഹാളിൽ നിൽക്കുന്ന ആശ്വാസമാണ്, അവർ വേറെ ഒരു ശല്യമില്ല, മിണ്ടാതെ ഒന്ന് പരീക്ഷ എഴുതിയിട്ട് പോകും. അപ്പോൾ അത് കേൾക്കുമ്പോൾ ടീച്ചേഴ്സ് എന്ന രീതിയിൽ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ്. കാരണം വേറൊരാളാണ് ഈ പറയുന്നത്, വേറൊരാൾ പറയാം, അത് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരം. നമ്മളെ സ്വന്തം മക്കളെ പറയുന്ന പോലെ ഒരു സന്തോഷം നമുക്ക് തോന്നുന്നതാണ് അതിൽ പിന്നെ പറയാനുള്ളത്. പിന്നെ ഇതുപോലെ ഇപ്പോൾ സാരദ മാനേജർ പോസ്റ്റിൽ വന്നിരിക്കുന്നത്, ഈ ടീച്ചേഴ്സ് എന്ന രീതിയിൽ മറ്റുള്ളിടത്തേക്കാൾ ഒരു കംഫർട്ട് തോന്നുന്നത് വെച്ചാൽ നിങ്ങളോട് നമ്മളെ വീട്ടുകാരെ പോലെ സംസാരിക്കാം. ഞാൻ ഇങ്ങനെ വന്ന് എനിക്ക് ഇരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു മാനേജറിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും ഫ്രീ ആയിട്ട് വന്നിരിക്കുക എന്ന് പറയുന്നത് അത് വേറെ ഇടത്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അവിടെ വീട്ടിൽ ഒരു കാര്യം വന്ന് പറയണമെങ്കിൽ ഡയറക്റ്റായിട്ട് വന്ന് സാർ ഇന്നതാണ് എനിക്കൊരു അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കേൾക്കും. അത് വളരെ സന്തോഷമാണ്. അത് സാറായിരുന്നാലും മുമ്പിരുന്നവരായിരുന്നാലും നമുക്ക് സുഖമായിട്ട് പറയാൻ സാധിക്കും. അത് എന്ന് വെച്ചാൽ ചിന്താലയ ഒരു കുടുംബം, അതിൻ്റെ ഒരു ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിന് ഒരു നല്ലൊരു പവറുണ്ട് സാർ. അത് നല്ലൊരു പവർ നമ്മൾ എന്തെങ്കിലും കാര്യം ആത്മാർത്ഥമായിട്ട് അത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പിന്നെ അതിൻ്റെ വഴി ഒരുക്കി തരുന്ന ഭഗവാനാണ്. അതിന് ഇനി ആര് ബ്ലോക്ക് വെച്ചാലും അത് നടക്കില്ല. അപ്പം നമുക്ക് ഒരു കാര്യം നല്ല ഉദ്ദേശം, അത് കുട്ടികൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് നമ്മളത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ അമരക്കാരൻ സ്വാമിയാണ്, അത് നടത്തി തന്നിരിക്കും. അല്ലാതെ എനിക്ക് എൻ്റെ നേട്ടത്തിന് വേണ്ടി നിന്നാൽ അത് നടക്കില്ല, അത് ഉറപ്പാണ്. അത് എപ്പോഴും എനിക്ക് അവിടെ ഫീൽ ചെയ്തൊരു കാര്യമാണ്. പിന്നെ ഞങ്ങൾ ഇതുപോലെ പോയ സമയത്തൊക്കെ മുമ്പ് പറയുമായിരുന്നു, ഞങ്ങളവിടെ രാത്രിയൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ട്. എല്ലാ വർഷവും കിടന്നുറങ്ങാറുണ്ട്. ഈ മിക്കവാറും ടൂറൊക്കെ വരുന്ന സമയമായിരിക്കും കൂടുതൽ കിടന്നുറങ്ങുന്നത്. അല്ലെങ്കിൽ ആദ്യമൊക്കെ വന്ന സമയത്തൊക്കെ ഞങ്ങൾ 8:30-ക്കാണ് പോകുന്നത്. സാറന്മാരൊക്കെ എല്ലാ വർക്കൊക്കെ ചെയ്ത് സ്റ്റാഫുകൾ പോകുന്നത്. പോകാൻ തോന്നൂല. നമ്മൾ ഓരോ ഇങ്ങനെ ഇരുന്ന് ഡിസ്കഷൻ ആയിരിക്കും, അടുത്ത പ്ലാനിങ് എന്താണ് എന്നൊക്കെ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടായിരിക്കും അന്ന്. ഇപ്പോൾ പിന്നെ കുറെ കൂടെ നമ്മൾ എന്താണ് റിലാക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രാത്രിയൊക്കെ മുമ്പ് അവിടെ ആദ്യമൊക്കെ ഒന്ന് കിടന്നുറങ്ങാൻ സമയത്ത് പറയുമായിരുന്നു, നിങ്ങൾ അവിടെ കിടക്കരുത്, എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിച്ചു പോകും എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ കിടന്നിട്ടുള്ളപ്പോൾ ഞങ്ങൾക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇത്രയും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നൊരു സ്ഥലമില്ല. ഇപ്പോൾ 2 മണിക്കാണ്, ഞാനൊക്കെ ആണെങ്കിൽ ലേറ്റായിട്ട് ഉറങ്ങി നേരത്തെ എണീക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. പക്ഷേ അപ്പോൾ രാവിലെ പെട്ടെന്ന് ഉറക്കം എണീക്കുക ബുദ്ധിമുട്ടാണ്. പക്ഷെ ചിന്താലയിൽ കിടന്നാൽ ഇപ്പോൾ 2 മണിക്കാണ് ഒരു കാര്യം, മീൻസ് ടൂർ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കൃത്യം 2 മണിക്ക് ഉണരണമെന്ന് വിചാരിച്ചാൽ ബയോളജിക്കൽ ലോ പോലെ ടക്കനെ ഉണരും. ഒരു അലാറവും വേണ്ട, സുഖമായിട്ട് ഉണരും. നമ്മൾ ആ കാര്യം ക്ലിയർ ആയിട്ട് ചെയ്യും. ഇപ്പം ആനുവൽ ഡേ ഫംഗ്ഷൻ ചെയ്യുന്നു, ഇത്രയും ഞാൻ അവിടെ പോയതെന്ന് തൊട്ട് അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ നല്ല ടെൻഷനായിരിക്കും, ഇതെങ്ങനെയാണ്, ഇതൊരു സിനിമ പോലെ പോകണം, സമയം 10:45 പരിപാടി, എല്ലാ കുട്ടികൾക്കും അവസരം കൊടുക്കുകയാണ്. ഒരു കുട്ടിയെ പോലും മാറ്റി നിർത്താതെ മാനേജ്മെന്റ് നമ്മളോട് പറയുന്ന ഒരു രീതി എങ്ങനെയാണ്, ഒരു കുട്ടിയെയും മാറ്റി നിർത്തരുത്. അവർക്ക് എന്താണോ കഴിവാതെ ഒരു ഗ്രൂപ്പായിട്ട്, ഇൻഡിവിജ്വൽ ആയിട്ടല്ല ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് വരും. ഈ പ്രോഗ്രാംസ് എല്ലാം കൂടെ അതിൻ്റെ ഇത് മാനേജ് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് ഒരു സിനിമ പോലെ ഒറ്റ ഇരിപ്പിൽ നടത്തിയെടുക്കുക, എങ്ങനെ ഇത് പോസിബിൾ ആണ്? നമ്മളെ കഴിവൊന്നും അല്ല അത്. കാരണം നമുക്ക് ടെൻഷൻ ആയിരിക്കും, ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ അടുത്തതിൻ്റെ കുറച്ച് ശരിയാവാനുണ്ടല്ലോ, ഇതിനുള്ള സമയം അതിൻ്റെ ഇടയിൽ കിട്ടുമെന്ന് ആലോചിക്കും. പക്ഷേ കറക്റ്റ് ഓരോ പ്രോഗ്രാം ആകുമ്പോൾ ഇതങ്ങ് നമ്മളെ കൊണ്ടങ്ങ് ശരിയാക്കി വരാണ്. അപ്പം അത് അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. പല കാര്യങ്ങളും അങ്ങനെ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന വർക്ക്, നമ്മൾ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ
അത് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നു, അത് വളരെ നന്നായിട്ട് പൂർത്തീകരിച്ചു പോകുന്നു എന്നത് അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു സാമീപ്യമാണ്. സത്യം 100% ഏതൊരു വർക്ക്. ഇപ്പോൾ സാറ് മറ്റ് സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം മറ്റ് സ്കൂളുകളിൽ പല കാര്യങ്ങൾക്ക് CBSEയുടെയൊക്കെ തന്നെ ചാർജ് ഉള്ളതുകൊണ്ട് പല സ്കൂളുകളിലും പോകാറുണ്ട്. അപ്പം പൊതുവേ നമ്മളെ സ്കൂളിൽ മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് ഫെസിലിറ്റീസിൽ എങ്ങനെയാണ് സാർ നമ്മളെ സ്കൂൾ? അല്ല, ഞാൻ പല CBSE ഡ്യൂട്ടീസും ഇങ്ങനെ എക്സാമിനറായിട്ടും വാലുവേറ്ററായിട്ടൊക്കെ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഒബ്സർവ് ചെയ്യും, നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് എന്ത് കൊടുക്കാമെന്നതാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഫെസിലിറ്റീസ് എല്ലാം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ്. ഈ റീസെൻ്റ് ഇയർ സാറ് ഉള്ളപ്പോഴാണല്ലോ 3D തിയേറ്റർ തന്നെ വന്നത്. അപ്പോൾ അതുപോലെ തന്നെ ലാബ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സയൻസുകാർ കൈകാര്യം ചെയ്യുന്ന ലാബാണ്. ലാബിൽ ഓരോ കുട്ടികൾക്കായിട്ട് കൃത്യമായിട്ട് ഇതുണ്ട്. ഒരു ഷെയറിങ്ങിന് വേണ്ടിയിട്ട് പോലും ഒരു എക്യുപ്മെൻറ്റ്സ് ഇല്ല. എല്ലാം വേണ്ട സാധനം. ഇപ്പം ഞങ്ങൾക്കൊരു കാര്യം വന്നാൽ ഞങ്ങൾ അറിയിച്ചാൽ മതി, മാനേജ്മെൻറ്റ് അത് വാങ്ങി കുട്ടികൾക്കൊരു ബുദ്ധിമുട്ട് വരരുത് എന്ന രീതിയിൽ അത് എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ പാർക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പാർക്ക് കുഞ്ഞു കുട്ടിയൊക്കെ കളിക്കുന്നതിന് അനുസരിച്ചിട്ടുള്ള ഇപ്പോഴത്തെ ആ NEP അനുസരിച്ചിട്ട് തന്നെ നമ്മുടെ ഡയറക്ടർ സാറ് ഗ്രാവൽ വാക്കിംഗ്, സാൻഡ് വാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ പദ്ധതിയൊക്കെ വെച്ചിട്ട് അതെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻവയോൺമെൻറ്റ് നമ്മളെ കുട്ടികൾക്ക് എന്താണ് നല്ല ഓക്സിജൻ കിട്ടുന്ന രീതിയിൽ ഭഗവാൻ തന്നെ ഒരു ഔഷധത്തോട്ടം അവിടെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അത് പരിപാലിച്ചുകൊണ്ടിരിക്കാൻ നമ്മുടെ പ്രഭാവൻ മാമയുണ്ട്. അപ്പോൾ അത് ആ പച്ചപ്പ് നിലനിർത്തുന്നത് അദ്ദേഹം അനുബന്ധിച്ചുള്ള ആളുകളുടെ ഒരിതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നക്ഷത്രവനം അതുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഓരോ അറിവ് അതിലൂടെ കിട്ടുകയാണ്. ഇങ്ങനെയെല്ലാം ഉണ്ട്. ഓരോ ചെടിയുടെ പ്രാധാന്യം എന്താണ്. എക്കോ ഫ്രണ്ട്ലി അവാർഡ് നമുക്ക് നാഷണൽ ലെവലിൽ നമുക്ക് കിട്ടിയത് അതുകൊണ്ടാണല്ലോ സാർ. കാരണം അവർ വന്ന് നോക്കിയപ്പോൾ നമുക്ക് ഒരു ചെടിക്കുള്ള പ്രാധാന്യം കുട്ടികളിലേക്ക് അത് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട ആവശ്യം ഇനി അവിടെ ഇല്ല. കാരണം കുട്ടികൾ അത് കണ്ട് പരിചയപ്പെടുകയാണ്. എല്ലാം ഇങ്ങനെ നമ്മൾ essay പോലെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. കുറേയൊക്കെ നമ്മുടെ ഒബ്സർവേഷനിൽ നിന്ന് പഠിക്കണം. ആ ഒബ്സർവേഷൻ എന്തൊക്കെ വേണം എന്നത് അവിടെ ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ ഒരിക്കലും ഒരു പബ്ലിസിറ്റി എന്ന സൈഡിലേക്കല്ല അത് പോകുന്നത്. ഞങ്ങൾക്ക് ഇതുണ്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു പബ്ലിസിറ്റി കാണിക്കുന്നതിനുപരി അത് കുട്ടികൾ അനുഭവിച്ച് പഠിക്കുക, ഫീൽ ചെയ്യുക, സെൻസ് ചെയ്യുക. അവ സെൻസ് ചെയ്ത് മനസ്സിലാക്കേണ്ട രീതിയിലുള്ളൊരു ഫെസിലിറ്റി അതാണ് ചിന്താലയ വിദ്യാലയത്തിൽ കൊടുത്തിട്ടുള്ളത്. നമ്മളെ സ്കൂളിൽ 3D തിയേറ്റർ ഉണ്ട്. 3D തിയേറ്റർ എന്ന് കേൾക്കുമ്പം എല്ലാവർക്കും 3D തിയേറ്റർ എന്ന് ഒക്കെ മാത്രമല്ലാതെ ഇത് കൊണ്ട് കുട്ടികൾക്ക് എത്രമാത്രം ഉപകാരപ്രദമാകുന്നു, അവരുടെ വിദ്യാഭ്യാസത്തിന് എത്രമാത്രം സഹായകരമായി തീരുന്നു എന്നുള്ളതിന് ചിലപ്പോൾ സാറിന് പറയാൻ പറ്റുന്ന അത്ര പറ്റില്ല. മറ്റ് പ്രേക്ഷകർക്കൊന്നും അത് 3D തിയേറ്റർ എൻ്റെ പലരും വിളിച്ച് ചോദിച്ചിട്ടുള്ളത് എന്നാണ് 3D തിയേറ്റർ ഉണ്ട്, എന്താണ് അത്? തിയേറ്റർ എന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ 3D സിനിമ കാണാൻ പണ്ട് പോയിട്ടുണ്ട്. മൈ ഡിയർ കുട്ടിച്ചാട്ട ഇറങ്ങിയപ്പോഴാണ് ആദ്യമായിട്ട് 3D തിയേറ്റർ, കാരണം ഗ്ലാസ്സൊക്കെ വെച്ചിരുന്ന സിനിമ കണ്ടത്. കൂടുതലായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ 3D തിയേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, അത് വിഷ്വൽ ഡിസ്പ്ലേ, ഈ പ്രൊജക്ഷൻ സ്പേസിലേക്ക് എയറിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് അത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു വീഡിയോ കാണുന്നതിനുപരി ഇപ്പോൾ കുട്ടികളെ ഒരു ഇന്റേണൽ ഓർഗൻസ് കാണിച്ച് പഠിക്കുകയാണെങ്കിൽ ഇവർ ഒരു പർട്ടിക്കുലർ സ്പെക്സ് ഒക്കെ വെച്ചിട്ടല്ലേ കാണുന്നത്. അപ്പോൾ കുട്ടികൾക്കത് ലൈവായിട്ട് കാണുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ കുട്ടികൾക്ക് നമുക്ക് കൂടുതലും നമ്മുടെ ഈ 5 സെൻസ് ഓർഗൻസും എത്രത്തോളം എഫക്റ്റീവ് ആവുന്നോ അത്രത്തോളം നമ്മൾ കേട്ട് പഠിക്കുന്നതും വായിച്ച് പഠിക്കുന്നതും തമ്മിൽ അത് നേരിട്ട് കണ്ട് അനുഭവിച്ച് പഠിക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷമാണ് ഇനോഗ്രേറ്റ് ചെയ്തതെങ്കിലും നമുക്ക് ഇപ്പോൾ തന്നെ അടുത്ത വർഷം തൊട്ട് നമ്മുടെ എല്ലാ പീരീഡിലും ഒരു പീരീഡ് 3D തിയേറ്ററിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് അത് ലൈവായിട്ട് എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾക്ക് അത് കാണാൻ സാധിക്കുമ്പോൾ കുട്ടികൾക്ക് ഇനി വീട്ടിൽ പോയി അത് വീണ്ടും റിക്കളക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കൃത്യമായിട്ട് കുട്ടികൾക്ക് അത് കണ്ടാൽ ഇതിനതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അറിവ് കിട്ടി, അവനതിന് സുഖമായിട്ട് അവൻ്റെ സ്വന്തം സെൻറ്റൻസിൽ എഴുതാൻ സാധിക്കും എന്നതാണ്. അതിൻ്റെ ഉദ്ഘാടന ദിവസം ഞാൻ ഉണ്ടായിരുന്നു. ഉദ്ഘാടനത്തിന് ഞങ്ങൾ ഇരുന്ന സമയത്ത് ഞാനും മറ്റേ പങ്കയസ്തൂരി, ഹരീന്ദ്രൻ നായർ, ഡോക്ടർ ഹരീന്ദ്രൻ നായർ സാറ് എല്ലാം ഇരിക്കുന്ന സമയത്ത് 3D തിയേറ്ററിൻ്റെ ഒന്ന് കണ്ടു. അതിലൊരു സാറ് വീഡിയോ കാണിച്ചത്, സാറാണോ എന്ന് അറിഞ്ഞുകൂടാ, കാണിക്കുന്ന സമയത്ത് ഈ ഒരാളിൻ്റെ ഹാർട്ട് നമ്മളെ മുമ്പ് നിൽക്കുകയായിരുന്നു. ഹാർട്ട് എവിടെയെങ്കിലും അല്ല, ഹാർട്ട് നമ്മളെ മുമ്പ് എന്നിട്ട് ഹാർട്ടിൻ്റെ ഓരോ ചലനങ്ങളും ആ ഹാർട്ട് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം പ്രവർത്തിക്കുന്നു, ഇതിനെ കുറിച്ച്
നമ്മൾ സയൻസ് ഒന്നും എടുത്ത് പഠിച്ച ആളല്ല, പക്ഷേ ഇത് കേട്ടോണ്ടിരുന്ന ഒന്നും അറിഞ്ഞുകൂടാത്ത എനിക്ക് വരെ അത്ഭുതം തോന്നി. കാരണം ഇത്രയും സംവിധാനം ഒരാളിൻ്റെ ഉള്ളിൽ ഒരു അവയവം ഇത്രയും പ്രവർത്തിക്കുന്നത്, ഇത് ഒരു കുട്ടിക്ക്, ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ ഒരു ഹാർട്ടിനെ കുറിച്ച്, അത് അന്ന് നമ്മളൊരു ഉദ്ഘാടന വേളയിൽ കാണിച്ചു തന്ന ഒരു കാര്യം മാത്രമാണ്. അല്ല, അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമുക്ക് ലെൻസിൻ്റെ ആൽവിയോളയിൽ നമ്മൾ കുട്ടികളുടെ അടുത്ത് പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ എന്താണ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു, ഡിഫ്യൂസസ് ത്രൂ ദ വാൾസ് ഓഫ് ആൽവിയോള എന്ന് വാൾസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓക്സിജൻ എന്താണ് ആൽവിയോളയിൽ നിന്നിട്ട് തിരിച്ച് ബ്ലഡിലേക്കും അതുപോലെ ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ കുട്ടി ഒരു ഇമാജിനേഷനിലേക്ക് പോകാൻ, ആ ഇമാജിനേഷൻ തന്നെ ഈ 3D വ്യൂവിൽ കാണുമ്പോൾ അത് ആ വീഡിയോയിലുണ്ടായിരുന്നു. അതിന് ശേഷം വന്നൊരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ വരുമ്പോൾ കറക്റ്റായിട്ട് അത് ഓക്സിജൻ എങ്ങനെ ഡിഫ്യൂസ് ചെയ്ത് പോകുന്നു എന്ന് കുട്ടിയുടെ ഈ ഫ്രണ്ടിൽ കാണുന്നതായിട്ടാണ് കാണുന്നത്. ഒരിക്കലും മറക്കത്തില്ല. അപ്പോൾ ഞാൻ അതിന് ശേഷമാണ് ഈ ഇനോഗ്രേഷൻ അത് കാണിച്ചപ്പോൾ നമ്മൾ +1 കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ട് അത് കണ്ടിട്ട് പിന്നീട് അവർക്കത് പറഞ്ഞു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അത് ക്ലിക്കാവും. അല്ലെങ്കിൽ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഇത് കൊണ്ടുവന്ന് കാണിച്ചാൽ അത് കറക്റ്റായിട്ട് ക്ലിക്കാവും. അപ്പോൾ അത് ഒരു പ്രത്യേക സാധാരണ നമ്മളൊരു സിനിമ കാണുന്ന പോലെ അല്ല, ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് പോലെയും അത് വളരെ എന്താണ് തൊട്ട് കണ്ണിന്റെ ഫ്രണ്ടിൽ ചെയ്യും പോലെ നമ്മൾ എന്താ പറയുക, നമ്മൾ തന്നെ തൊട്ട് അനുഭവിച്ച് ചെയ്യും പോലെ. KG കുട്ടികളെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം വീഡിയോസ് കാണിക്കാൻ പോകുമ്പോൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ എടുത്ത് എറിഞ്ഞു കൊടുക്കുമ്പോൾ പിള്ളേരെ ഇറങ്ങി ചാടയാണ്, പിടിക്കാൻ വേണ്ടിയിട്ട് ചാടയാണ്. അത് കാരണം അവർക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ കുട്ടികൾക്ക്. എനിക്ക് തോന്നുന്ന ഒരു ടീച്ചർമാരെ ഒരു 3 മണിക്കൂർ ക്ലാസ് എടുക്കുന്നത് ഒരു അരമണിക്കൂർ ഒരു പീരീഡ് ഇനി ഇതിൽ വരുമ്പോൾ അരമണിക്കൂർ കൊണ്ട് കുട്ടികളിലേക്ക് അത്രയും കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന് എനിക്ക് തോന്നുന്നു. കുറെ കൂടെ കുട്ടികളെ എന്താണ് അതിലേക്ക് ഡീറ്റെയിലേക്ക് പോകും, അത്രയും ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. അതെ അതെ, വളരെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അത് ഞാൻ സാറിന് അത് ഈ വേളയിൽ ചോദിച്ചത്. അതും ഒരു കുട്ടി മറ്റുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ നിന്ന് 1 രൂപ പോലും ഇതിനൊന്നും വാങ്ങിയിട്ടില്ല. എല്ലാം ഭഗവാന്റെ ആ ആശ്രിതർ എന്താണ് മനസ്സറിഞ്ഞ് കൊടുക്കുന്നതാണ്. അപ്പോൾ സാധാരണ ഒരു ലെവലിൽ ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ഒരാളിൻ്റെ എല്ലാ ഫെസിലിറ്റിയും വളരെ കുറഞ്ഞ നിലവാരത്തിൽ ചിന്താലയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ഭഗവാന്റെ ആ ഒരു വീക്ഷണം അത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റ് സ്കൂളുകളിലൊക്കെ ഓരോ വർഷവും എന്തെങ്കിലും സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റിന് പാരൻസിന് കയ്യിൽ നിന്ന് ഫീസ് അടിച്ച് തരും. ഇത് ഡൊണേഷനും ഒന്നുമില്ല, ഒരു ഡൊണേഷനും ഇല്ല. കുട്ടി ജസ്റ്റ് ഒരു എന്താണ് ട്യൂഷൻ ഫീ അത് മാത്രമേ വാങ്ങുന്നുള്ളൂ. അല്ല, കുട്ടികളെ ഈ അനുസരണശീലം, അവരെ ആ കാംനെസ്, അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അവരെ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു ആംബിയൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്കൂളിന്റെ അന്തരീക്ഷമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ പുറത്ത് പോയി ഇപ്പോൾ ചില ജനറൽ ക്ലാസ്സുകളൊക്കെ നമുക്കൊക്കെ എടുക്കേണ്ടി വരുന്നാലും നമ്മൾ അവരെ കൺട്രോൾ ചെയ്യാൻ എടുക്കുന്നതിന്റെ പകുതി എഫർട്ട് മതി ചിന്താലയ ക്യാമ്പസിനകത്ത് വെച്ച് അവരെ കൺട്രോൾ ചെയ്യാൻ. അത് നമ്മളെ ഒന്ന് നോക്കുകയാണെങ്കിൽ പിള്ളേരെ അത് മനസ്സിലാക്കും, ഇന്നതിനാണ് സാർ അത് പറയുന്നത് എന്ന് മനസ്സിലാക്കും. അപ്പോൾ അത് ആ കുഞ്ഞിലെ മീൻസ് KG സെക്ഷൻ മുതലേ വരുന്ന ഒരു ഡെവലപ്മെൻറ്റാണ് അപ് ടു +2 വരെ. അപ്പോൾ അതിന് പിന്നെ അത് പറഞ്ഞു വരുമ്പോൾ എൻ്റെ സഹപ്രവർത്തകരെ എനിക്ക് പറയേണ്ടി വരും. കാരണം ആ കുഞ്ഞ് ക്ലാസ് തൊട്ട് അവരെടുക്കുന്നൊരു എഫർട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ കുറേ സീനിയർ ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാവരും എനിക്ക് ചേച്ചിമാരാണ്. ഞാനാണ് അവരെ ഇതൊന്നും പ്രായം വളരെ കുറഞ്ഞ അവരിൽ പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ഈ KGയിലേക്ക് ടീച്ചർമാരൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മമാരെ പോലെയാണ് കുട്ടികളെ കരുതുന്നത്. അത് കഴിഞ്ഞ് ഹയർ ക്ലാസ്സസിലേക്ക് അങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഞങ്ങളിലേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട ഒരു ഷേപ്പിംഗ് നടന്നിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം, അവരെ കുറച്ച് റിസോഴ്സസ് പഠിപ്പിച്ച് അങ്ങനെ ക്ലിയറാക്കി വിടുക, മിനുക്ക് പണികൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല എഫർട്ട്. കാരണം 20 വർഷം ചിന്താലയ വിദ്യാലയം പൂർത്തീകരിക്കുമ്പോൾ ആ 20 വർഷം ഒരു എഫർട്ട്, ഒരു തപസ്യയാണ്. ഇപ്പോൾ ഞാൻ പലവരെയും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു ഹോബിയാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. മിക്കവാറും അവിടുത്തെ സീനിയർ ആയിട്ടുള്ള ചില ടീച്ചേഴ്സ് അവരുടെ യൗവനം മൊത്തം ദാനം നൽകിയിട്ടാണ്. അപ്പോൾ അതും സ്കൂളിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ആണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഞാനും എൻ്റെ യൗവനത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു 8-9 വർഷം ഞാൻ ഭഗവാനിലേക്ക് സമർപ്പിച്ചു.
പക്ഷെ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ട് സാർ, ഭയങ്കര ഒരു തൃപ്തിയാണ്. ആ തൃപ്തി ഇന്ന് സാർ ഇങ്ങനെ ഒരു ചാനലിലൂടെ നമുക്കത് പറയാനുള്ള ഒരു അവസരം തന്നു. അതിന് സാറിനൊരു പ്രത്യേക നന്ദിയുണ്ട് സാർ. അങ്ങനെ ഇതിപ്പോൾ നിങ്ങളെ അഭിപ്രായം പറയണത് കേൾക്കുന്നത് ഞാനല്ല, കാരണം ഭഗവാൻ കേട്ടോണ്ടിരിക്കുന്നതിലുപരി ആയിരങ്ങളിലേക്ക് നിങ്ങളുടെ വാക്കുകൾ ചെന്നെത്തുകയാണ്. മനസ്സിൽ തൊട്ടാണ് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ നിതിൻ സാറോ ഞാനോ ഒന്നും നാളെ കാണണമെന്നില്ല, പക്ഷേ ഈ യൂട്യൂബ് ചാനൽ ഇത് അവിടെ നിലനിൽക്കും. മനസ്സിലായില്ലേ? ഈ നമ്മൾ പറയുന്ന വാക്കുകൾ ഈ അന്തരീക്ഷത്തിൽ എയറിൽ കിടക്കും. അപ്പോൾ ഇതെത്രയോ പേരിലേക്ക് എത്തുകയാണ്. ഇന്നിപ്പം ഈ ചാനലിൻ്റെ പ്രശസ്തി അത് തന്നെയാണ്. എത്രയോ വളരെ കഴിവുറ്റ ആൾക്കാർ വന്ന് ഈ ചാനലിലൂടെ എത്രയോ ആൾക്കാർക്ക് നമ്മളത് കേട്ട് തന്നെ ഭഗവാന്റെ കൂടെ അടുത്ത് നിന്നവർക്ക് പോലും അത്രയും കണ്ട് ഭഗവാനെ കുറിച്ച് അറിയില്ല. ഇപ്പം ഞാൻ 4 വയസ്സ് തൊട്ട് സ്വാമിയുടെ അടുത്ത് പോയതാണ്. അപ്പോൾ 4 വയസ്സ് ഞാൻ ചെല്ലുന്ന സമയത്തൊന്നും ഇന്ന് പറയുന്ന ആൾക്കാർ ആരും തന്നെ എത്തിയിട്ടില്ല. അത് മാധവൻകുട്ടി സാറാവിട്ട് അതിനുശേഷം വന്ന ആൾക്കാരുണ്ട്. ഉദാഹരണം നമ്മളെ മുൻ മാനേജരും സെക്രട്ടറിയൊക്കെ ആയിരുന്ന അമ്പിയണ്ണൊക്കെ വരുന്ന സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ അമ്മയും അച്ഛനും കൂടി ഒരു കാറിൽ വരും. അമ്പിയണ്ണൊന്നൊരു എന്താ പറയും, ഒരു ബജാജ് സ്കൂട്ടറുണ്ട്, സ്കൂട്ടറിലാണ് വരുന്നത്. അപ്പോൾ അമ്മയും അച്ഛനും കൂടി വരുന്ന സമയത്ത് ഞാൻ ആശ്രമത്തിക്കുക. ഞാൻ ആദ്യം നോക്കണമെന്നറിയാമോ, ഇവരെ ഇറങ്ങി വരുമ്പോൾ ഇവരെ കയ്യിൽ 2-3 പാത്രങ്ങൾ കാണും. അപ്പോൾ ആ പാത്രത്തിൽ ഒരു പാത്രത്തിൽ ഇഡ്ഡലി, ഒരു പാത്രത്തിൽ ചായ, ഒരു പാത്രത്തിൽ ചമ്മന്തി അല്ലെങ്കിൽ സാമ്പാർ, ഇതെല്ലാം കൂടി കൊണ്ടുവരും. കാരണം നമുക്കവിടെ ശരിക്കും ഈ ഇഡ്ഡലിയൊക്കെ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, കാരണം അടുക്കള നിൽക്കുന്നത്. കാരണം അവിടെ ആകപ്പാടെന്ന് പറഞ്ഞാൽ രാവിലെ ഏറ്റവും കൂടിയ അല്ല ഗോതമ്പും മറ്റേ പുട്ടോ അല്ലെങ്കിൽ ദോശ, ഇത് രണ്ടിലപ്പുറത്തേക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനുള്ള സംവിധാനമൊന്നും അന്ന് ആശ്രമത്തിലില്ല. ഇഡ്ഡലിയൊക്കെ റെയറായിട്ടേ കിട്ടുള്ളൂ. മനസ്സിലായില്ല? അന്ന് ഇതൊക്കെ ഞാൻ പറയണത് 40 വർഷത്തെ കാര്യമാണ് പറയുന്നത്. 40 വർഷത്തിന് മുമ്പുള്ള കാര്യം. അന്ന് ഞാൻ ഇതിലൊന്നും ജനിച്ചില്ല. അപ്പോൾ ആ സമയത്ത് ഉള്ള കാര്യമാണ്. അന്നൊക്കെ ഇഡ്ഡലിയൊക്കെ എന്ന് പറയണത്, അല്ലെങ്കിൽ ഈ വീട്ടിൽ ഈ പലഹാരങ്ങളെന്നൊക്കെ പറയണത് ചില വിശേഷ ദിവസങ്ങളിൽ മാത്രമായിട്ട് ഉള്ളതാണ്. വല്ല ഓണമോ അല്ലെങ്കിൽ അതുപോലെ വിശേഷ ദിവസങ്ങളിലാണ് വിശേഷമായിട്ടുള്ള പലഹാരങ്ങൾ. ബാക്കിയൊക്കെ എന്തെങ്കിലും ആഹാരങ്ങളാണ്. ഇന്നിപ്പോൾ പലഹാരങ്ങളില്ലാത്ത വീടുകളില്ല. അപ്പോൾ അന്ന് നമ്മൾ ചോറ് എന്ന് പറയണത് ഒരു കറി പോലെയാണ്. കൂടുതൽ മരിച്ചിനി കപ്പയാണ്. നമ്മൾ ഇത് കപ്പ ഉണ്ടാക്കിയിട്ട് സൈഡിലായിട്ട് ശകലം ചോറേ കാണുകയുള്ളൂ. അല്ലെങ്കിൽ തന്നെ കഞ്ഞിയാണ്. വൈകുന്നേരമൊക്കെ ചോറ് വയ്ക്കാനായിട്ട് നിവർത്തിയില്ല, അപ്പോൾ കഞ്ഞിയാണ്. ഈ ഒരു സമയത്ത് ഇവർ ഇതുമൊക്കെ കൊണ്ട് വരും. കൊണ്ടുവന്ന് വെച്ചാൽ അന്ന് പറഞ്ഞവർക്കെല്ലാം കഴിക്കത്തക്ക രീതിയിൽ രാവിലെ ആ അമ്മ രാവിലെ വീട്ടിൽ ഇരുന്ന് ഇതെല്ലാം ഉണ്ടാക്കി കിട്ടും. ഉണ്ടാക്കി വെച്ചിട്ടാണ് രാവിലെ ഒരു 7 മണി 6:30-7 മണിയാകുമ്പോൾ ഈ സാധനങ്ങൾ ഇവിടെ എത്തും. ഇതൊരു മാസത്തിലൊരിക്കലും കൊണ്ടുവരുമായിരുന്നു. ഞാൻ ഒരുപാട് കഴിച്ചതാണ്. മനസ്സിലായില്ലേ? ഒരുപാട് കഴിച്ചതാണ്. അപ്പം ഞാൻ പറയണത് അങ്ങനെ ഒരുപാട് ആൾക്കാർ, അന്നത്തെ ആൾക്കാർ നമുക്ക് മറക്കാൻ പറ്റില്ല. പിന്നീട് ഉള്ള കാര്യങ്ങൾ ഒന്നുമല്ല നമുക്ക് മറക്കാൻ പറ്റില്ല അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്. അത് ഞാൻ മനസ്സിലാക്കിയത് വെച്ചാൽ സാർ, ചിന്താലയ എന്ന പേരിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ സെൽഫ് ഫിൽട്രേഷനാണ്. നമ്മൾ ആരെയും നമ്മൾ ചെന്ന് എന്താണ് അതിനെ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ചിന്താലയിൽ വന്നത് തൊട്ട് ഇന്ന് വരെ ഉള്ളതിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അത് എൻ്റെ മനസ്സിൽ എന്താണ് ഫിൽട്ടർ ചെയ്യേണ്ടത് അത് ഞാൻ തന്നെ സ്വയം മാറാൻ നോക്കിയിട്ടേ കാര്യമുള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ മറ്റേ ഈ വലിയ പ്രഭാഷണമൊന്നും നടത്തി ആ ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതിൽ പ്രകൃതി വിധിപിതാവായ ഈശ്വരൻ്റെ ഒരു കളിയുണ്ട്. നമ്മളെ ഭഗവാനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, എനിക്ക് കുറച്ച് കൂടെ നിന്നതിൻ്റെതായ കുറച്ച് അറിവുകളേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വലിയ അറിവോ വലിയ ജ്ഞാനമോ ഒന്നുമുള്ള ആളൊന്നുമല്ല ഞാൻ. പക്ഷേ ആ ഭഗവാന്റെ കൂടെ നിന്ന് ഉള്ള ആ കൊച്ചിലെ വാരി തന്ന ചോറും എടുത്ത് കുളിപ്പിക്കുകയും എടുത്തുകൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്ത ഒരു പവറ് അതെന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 49 ലോകരാജ്യങ്ങളിൽ പോകാനും, ഞാൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്തല്ല, ലോക്കൽ സ്കൂളിൽ പഠിച്ച് നെയ്യാട് ഹൈസ്കൂളിൽ പഠിച്ച് അത് കഴിഞ്ഞ് ക്രിസ്ത്യൻ കോളേജിലും പഠിച്ച് ഇങ്ങനെ ഈ ലോക്കൽ സ്കൂളിൽ പഠിച്ചല്ലാതെ കാണാപ്പാഠം പഠിച്ച് ഇംഗ്ലീഷ് പഠിച്ചതല്ലാതെ, കാരണം പരീക്ഷ എഴുതാൻ വേണ്ടി അല്ലാതെ ഇംഗ്ലീഷ് പരിജ്ഞാനമൊന്നും ഉള്ള ആളല്ല. ഞാൻ അമേരിക്കയിൽ വിവേകാനന്ദ സ്വാമി പ്രസംഗിച്ച സദസ്സിൽ
വേൾഡ് ഹിന്ദു സമ്മേളനത്തിന് പ്രസംഗിക്കാനിട വന്നു. അത് ഭഗവാന്റെ കാരുണ്യം അല്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കാൻ പോകും? പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായ പേടിയായിരുന്നു. അതുവരെ എനിക്ക് ഭയമില്ലായിരുന്നു. അപ്പം ഞാൻ ഇതിന് പോവുകയാണ്. ഞാൻ പോയി ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഞാൻ ഇങ്ങനെ ഇതിന് പോവുകയാണ്. വെള്ളമായിട്ട് വരണം എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമായി. പിന്നെ ഞാൻ എവിടെ പോയാലും പണ്ട് തൊട്ട് സ്വാമിയുള്ള സമയത്ത് എവിടെ പോയാലും ഞാൻ പാദത്തിൽ തൊട്ട് നമസ്കരിച്ചിട്ട്, ഇവിടെ ഇന്ത്യ വിട്ടൊക്കെ പോകണമെങ്കിൽ എനിക്ക് ധൈര്യം ഇല്ല. അപ്പോൾ ഒരു ധൈര്യത്തിന് വേണ്ടി ഭഗവാന്റെ പാദത്തിൽ തൊട്ട് നമസ്കരിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകും. അതിന് വലിയ കാര്യത്തിൽ കാലൊക്കെ നീട്ടി വെച്ചിരിക്കുകയും ചെയ്യുമായിരുന്നു. മനസ്സിലായില്ലേ? വച്ച് തൊടുന്ന സമയത്ത് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വീട് വയ്ക്കുന്ന സമയം പാലുകാച്ചിൻ്റെ അന്ന് രാവിലെ പോവുകയാണ്. എന്നപ്പോൾ സ്വാമി പോത്തങ്ങോട്ട് ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല ആരോഗ്യസ്ഥിതി വലിയ കുഴപ്പമില്ല, എന്നാലും വയ്യ, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് രാവിലെ ഇനി വരികയും വേണം, രാവിലെ വിളക്ക് കത്തിക്കാനായിട്ട് സമയം കുറിച്ച് വെച്ചിരിക്കുന്നത്. എന്നാലും ഞാൻ പോയി സ്വാമി നടന്നുകൊണ്ടിരുന്നിട്ട് അവിടെ തന്നെ ചെന്ന് ഞാൻ പറഞ്ഞു, ഭഗവാനെ ഇന്ന് വീട് പാലുകാച്ചാണ്, അത് ഇന്ന സമയത്ത് രാവിലെ 9 മണിക്ക് പാലുകാച്ച്. ഇപ്പോൾ ഒരു 7-8 മണി സമയത്തിനകത്തായതേ ഉള്ളൂ. അപ്പോൾ എനിക്കിവിടെ 9 മണിക്ക് ഇവിടെ പലരും വരും. ഞാൻ അങ്ങനെ ഒന്നിപ്പോൾ എന്തായാലും സ്വാമിയോട് ചെന്ന് പറയാം. എൻ്റെ ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു, പിള്ളേ അവിടെ ഇരിക്കണേ, ഞാൻ നടന്നിട്ട് വരട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാലും അങ്ങ് അടുത്ത് ചെന്ന് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഭഗവാൻ ഇന്ന് വീട് പാലുകാച്ചാണ്, എത്ര മണിക്ക് എന്ന് പറഞ്ഞ്, എത്ര മണിക്ക് പിള്ളേ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്വാമി നിൽക്കുകയാണ് അവിടെ. അപ്പോൾ ഞാൻ കാലിൽ വീഴുന്ന ഇങ്ങനെ തറയിൽ മുട്ടുകുത്തി ഭഗവാന്റെ പാദത്തിൽ തൊടുന്ന സമയത്ത് 2 കൈയും എടുത്ത് വെച്ച് ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് സ്വാമി കൈയെടുത്താലേ എഴിക്കാൻ പറ്റുള്ളൂ. സ്വാമി കുറേ സമയം തലയിൽ കൈ വെച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എണീറ്റപ്പോൾ ഞാൻ വരണതൊന്നുമില്ല, മടിയിൽ ഒരു കിഴി പൈസ വെച്ചിരിക്കുകയായിരുന്നു, ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയായിരുന്നു. അതിനെ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ അതും കൊണ്ട് കാപ്പി കുടിക്കാൻ പോലും നിന്നില്ല, സമയമായപ്പോഴും നേരെ ഇങ്ങ് വന്ന്. അപ്പോൾ അത് വെച്ചാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഇത് ശരിക്കും ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആ പൈസ എപ്പോഴും കൊണ്ട് ഞാൻ ഈ പൂജാമുറി തന്നെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. സ്വാമി എന്ന പൈസ ഒന്നും ഞാൻ ഇല്ലാതാക്കിയില്ല. പൈസ ഇല്ലാതാക്കുന്നതിന് മുമ്പ് അത് പറഞ്ഞാൽ രസം. ഒരിക്കൽ സ്വാമി ഒരു ദിവസം ചെന്നപ്പോൾ രാവിലെ പറഞ്ഞു, പിള്ളേ ഞാൻ തന്ന കുറേ പൈസ പിള്ളേരുടെ കയ്യിലുണ്ടല്ലോ, അതിൽ ആ നോട്ടുകളുണ്ടല്ലോ കൊണ്ടുവന്ന് അങ്ങ് ബാങ്കിൽ വല്ലതും കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ചിരിച്ചിട്ട് ഇനി പോന്നു. എനിക്ക് ഇനി വീട്ടിൽ വന്ന് എടുക്കാൻ വേണ്ടി എനിക്ക് എടുക്കാനുള്ള ധൈര്യമില്ല. എന്നാൽ സ്വാമിയിലെ തന്ന പൈസ എടുത്താൽ പിന്നെ എൻ്റെ ഒന്നുമില്ല, ഞാൻ പിച്ചക്കാരനായി പോകും എന്നുള്ള പേടിയിൽ ഞാൻ എടുക്കാതിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോൾ ചെന്നു. പിള്ളേ പൈസ എടുത്ത് ഞാൻ പറഞ്ഞിട്ട് ബാങ്കിലിട്ടില്ലേ അല്ലേ? ഞാൻ പറഞ്ഞു, ഭഗവാനെ എനിക്ക് ആ പൈസ എടുത്ത് ബാങ്കിലോട്ടിടാൻ പേടി. കാരണം ഭഗവാൻ തന്ന പൈസയാണ്. ഭഗവാൻ പല പ്രാവശ്യം കഷ്ടപ്പെട്ട പൈസയും ഭഗവാൻ ഓരോന്ന് ജോലി ചെയ്ത പൈസയും ഇതൊക്കെ ഇങ്ങനെയുള്ള പൈസയൊന്നും എനിക്കെടുത്ത് തന്നെയാണ്. അത് ഞാൻ കൊണ്ടുവന്ന് ഒരിടത്തിടാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ ധൈര്യമില്ല. ഞാനല്ലേ വരണം, പിള്ളേ എടുത്തുകൊണ്ട് ബാങ്കിൽ കൊണ്ടിടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് ബാങ്കിൽ നമ്മളെ ഒരു ബാങ്കിൽ, എനിക്ക് അക്കൗണ്ടുള്ള ബാങ്കിലല്ല, അല്ലാത്തൊരു ബാങ്കിൽ ഞാൻ അക്കൗണ്ട് തുടങ്ങി. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഈ പൈസ എല്ലാം കൂടി എണ്ണി കെട്ടിയപ്പോൾ 2,14,000 രൂപ ഉണ്ടായിരുന്നു. അതിൽ ശരിക്കും 5 പൈസ തൊട്ട് 25 പൈസയൊക്കെ ഉണ്ട്. അതൊന്നും എടുത്തില്ല അവന്മാർ. ഓരോ തൊട്ടോട്ടുള്ള പൈസ മാത്രമേ കൊടുത്തു. ബാക്കി പൈസ എപ്പോഴും എൻ്റെ ഇരിക്കണം. കാരണം സ്വാമി അന്ന് എനിക്ക് 4 പൈസയൊക്കെ ഉള്ളപ്പോൾ തന്നെ 5 പൈസ, അന്നത്തെ 10 പൈസ തുട്ടുകളായിരുന്നു. ആ പൈസയൊന്നും ഇന്ന് മാറാത്തതുകൊണ്ട് ആ പൈസയ്ക്ക് ഇപ്പോഴും എൻ്റെ ഇരിക്കുകയാണ്. ഞാൻ ഇതുകൊണ്ട് ഇട്ടിട്ട് ഞാൻ ഇതിൽ അവിടുന്ന് ആ ബാങ്കിൽ നിന്ന് ഒരു പറഞ്ഞു, സാർ കാർഡ് തരാം, അല്ലെങ്കിൽ മറ്റേ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് തരാം, പൈസ എടുക്കാൻ വേണ്ടി ചെക്ക് ബുക്ക് തരാം. ഞാൻ പറഞ്ഞു, എനിക്ക് രണ്ടും വേണ്ട. കാരണം ഇത് രണ്ടും എൻ്റെ തന്നാൽ ഞാൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് എടുത്ത് പ്രയോഗിച്ചോളാം ഈ പൈസ. എനിക്ക് ആ പൈസ എടുക്കാൻ വീണ്ടും വേണ്ടി. അത് കഴിഞ്ഞ് ഞാൻ പോയി ചെന്ന് പൈസ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയി. പൈസ എത്ര രൂപ ഉണ്ടായിരുന്നു പിള്ളേ? ഞാൻ പറഞ്ഞു, അവനെ പറയാൻ ചില്ലറ പൈസ അവരെടുത്തില്ല. ബാക്കി പൈസ എല്ലാം കൂടി 2,13,000 രൂപ ഉണ്ടായിരുന്നു. അത്രയും പൈസ ഉണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ പൈസ കൊണ്ടിട്ടിട്ട് ഞാൻ കൊണ്ടിട്ട് 3-ാമത്തെ ദിവസമാണ്
മോദി നോട്ട് ഇത് പിൻവലിക്കുന്നത്. ഭഗവാൻ അത് കണ്ടിട്ടാണ് എന്നെ കൊണ്ട് നിർബന്ധിച്ച് കൊണ്ട് ഇടിയിച്ചത്. അല്ലെങ്കിൽ അതിൽ കിടന്ന പൈസ 500 രൂപയും 1000 രൂപയിലേക്ക് നോട്ടുകളുണ്ട്. ഇതൊന്നും ഭഗവാൻ തന്ന ഭഗവാൻ ആ മൂല്യമുള്ള പൈസയാണ്. ആ പൈസ പോവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതുകൊണ്ടിട്ടിട്ട് വന്ന് മക്കളോട് പറഞ്ഞു, എൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പൈസ നിങ്ങൾ ഒരു കാര്യത്തിനും എടുക്കരുത്, ഇതെൻ്റെ അന്ത്യകർമ്മത്തിന് വേണ്ടി എടുക്കണം. എനിക്ക് നിങ്ങളെ പൈസ വേണ്ട, ഞാൻ അധ്വാനിച്ച പൈസ എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ തമ്പുരാൻ തന്ന പൈസ മതി. ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് ഇങ്ങനെ മാറ്റിയൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ 2.5 ലക്ഷം രൂപ വരെ ആയി. എന്നാലും ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് ആ പൈസ എടുക്കില്ല. ആ പൈസ ഇപ്പോൾ 2.5 ലക്ഷം രൂപയൊന്നും വേണ്ട നമ്മൾ അന്ത്യകർമ്മം ഒന്നും ചെയ്യാൻ. എന്നാലും ആ പൈസ അതിന് ശേഷം ബാക്കിയുള്ളവരുടെ എടുത്തോട്ട് പൈസ ഭഗവാൻ തന്ന അതിന് വരെയുള്ള പൈസ ഭഗവാൻ തന്നിട്ടാണ് പോയത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഭഗവാൻ തന്ന ഒരു തുട്ട് അല്ലെങ്കിൽ ഒരു ചില്ലറ ധനം നമ്മൾ സൂക്ഷിക്കുക. ഭഗവാൻ തന്നതാണ്, ഇത് ഭഗവാന്റെ മൂലധനമാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ പഠിക്കണം. ഇപ്പം പറഞ്ഞു ആ സ്കൂളിൽ മാനേജരായിട്ട് വന്നു. എന്നെ സംബന്ധിച്ചോളം നേരത്തെ നിതിൻ സാറ് എന്നെ പറഞ്ഞതുപോലെ എനിക്ക് 1% പോലും സമയമില്ലാത്ത ആളാണ് ഞാൻ. ഇതിനകത്ത് ഈ ചാനൽ നടത്തുന്നുണ്ട്, ഈ ചാനൽ ഞാൻ നടത്തുന്നുണ്ട്. ഇല്ലാതെ തന്നെ എൻ്റെ ഒരു ചാനലുണ്ട്, ആചാര്യ വിഷ്വൽ മീഡിയ. അപ്പോൾ ആ ചാനൽ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ചാനലിൽ തന്നെ ഏകദേശം നമുക്ക് 26,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ്. ചാനൽ നടത്തുന്നുണ്ട്. ഞാൻ വിദേശത്തിൽ എല്ലാ മാസവും പോണ ആളാണ്, എല്ലാ മാസവും മൂകാംബി പോണ ആളാണ്. ഇതെല്ലാം ചെയ്യുന്നതിനിടയിൽ പിന്നെ ഞാൻ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഇന്ന് ജീവിക്കുന്ന ആളാണ്. ഈ സാർ ഈ മൂകാംബിയുടെ കാര്യം പറഞ്ഞ് ഞാൻ അത് പറയാൻ വിട്ടുപോയി. കാരണം അതും ഒരു നിയോഗമായിരുന്നു സാർ. ഇതുപോലെ ഞാൻ സ്കൂളിലെ ഒരു ആനുവൽ ഡേ നടക്കുന്നു. എന്നെ ഇങ്ങനെ അന്ന് അമ്പി സാറാണ് മാനേജർ. എന്നെ ഇങ്ങനെ അയക്കുമെന്ന് വിചാരിച്ചില്ല നമ്മുടെ ഫോട്ടോഗ്രാഫർ അശോകൻ ചേട്ടൻ. അപ്പോൾ അന്ന് ചേട്ടൻ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇത് അന്നാണെങ്കിൽ കിഡ്സ് ഡേയും ആനുവൽ ഡേയും കൂടെ ഒരുമിച്ച് നടത്തുന്നു. അന്ന് രാവിലെ 9 മണി തൊട്ട് ഈ രാത്രി 10 മണി വരെ ഒറ്റ ഇരിപ്പാണ് ഞാനും എൻ്റെ കൂടെ കമ്പ്യൂട്ടർ ടീച്ചറും കൂടെ ഇരുന്നത്. അപ്പോൾ ഈ അനങ്ങാൻ പറ്റില്ല, കണ്ടിന്യൂസ് റണ്ണിങ് ആണ് ഈ പ്രോസസ്സ്. അപ്പോൾ എങ്ങനെ ഇരുന്നു അതാണ് നേരത്തെ അന്ന് പറഞ്ഞില്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ കുറച്ച് പേഴ്സണൽ വിഷയങ്ങൾ ഗുരുതരമായിട്ട് എന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, എനിക്ക് മൂകാംബികയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, ഇതുവരെ സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇതെല്ലാം ഈ പ്രോഗ്രാം ആ 9 മണി തൊട്ട് രാത്രി 10 മണി വരെ, രാവിലെ 9 മണി തൊട്ട് രാത്രി 10 മണി വരെ ചെയ്തിട്ട് ഇറങ്ങി നമ്മുടെ ഗ്രൗണ്ടിൽ മാനേജറിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ നമ്മുടെ അശോകേട്ടൻ പറയാണ്, സാറേ ഇതുപോലെ ഒരു പ്രോഗ്രാം നമ്മുടെ ജയനാരായൺജി ആണ് അത് ചെയ്യുന്നത്, മൂകാംബികയിൽ ചണ്ഡികാ ഹോമം 100 ചണ്ഡികാ ഹോമം ഒരുമിച്ച്. അതെ. അപ്പോൾ ആ ചണ്ഡികാ ഹോമത്തിന് പോകാനാണ് ഇവിടെ നിന്ന് ഒരു അവസരം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഷോക്ക് പോലെയായി. അമ്പി സാർ ഉടനെ പറയാണ്, സാറ് പൊയ്ക്കോ, ഞാൻ വിളിച്ചെല്ലാം അറേഞ്ച് ചെയ്യാം, അതേപോലെ ജയനാരായൺജിയുടെ അടുത്തെല്ലാം പറഞ്ഞ് എല്ലാം റെഡിയാക്കി കൊള്ളാമെന്ന് പറഞ്ഞു. ടിക്കറ്റ് മാത്രമേ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവിടെ വന്നു. ഞാൻ 3 ദിവസം ആ ക്ഷേത്രത്തിനകത്ത് ആ ഭഗവാന് വേണ്ടി ജയനാരായൺജി ചെയ്ത ഹോമത്തിൽ പങ്കെടുക്കാൻ കിട്ടിയൊരു ഭാഗ്യം, അത് എൻ്റെ ഉള്ളിലെ എല്ലാ വിഷമവും ഒന്ന് മാറി. കാരണം എനിക്ക് അന്ന് ഭഗവാൻ തന്നൊരു മെസ്സേജ് ഇതാണ്, നീ ഒന്നിനും പേടിക്കണ്ട, ചെയ്യുന്ന പ്രവൃത്തി നന്മയുണ്ടെങ്കിൽ എത്ര പ്രോബ്ലം വന്നാലും വിജയിക്കുക തന്നെ ചെയ്യും. അതിനുശേഷമാണ് മനസ്സിനൊരു കോൺഫിഡൻസ് തോന്നിയത്. കാരണം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അച്ഛനും അമ്മയുമാണ് ദൈവത്തിന് മുകളിൽ ഞാൻ കാണുന്നവരാണ്. അവരെന്നെ നല്ല രീതിയിലാണ് നോക്കിയിട്ടുള്ളത്. അച്ഛൻ എന്ന് പറയാൻ മുരുക വ്യക്തനാണ്. ഈ അച്ഛനെ ഇടയ്ക്ക് ചിക്കൻ ഗുനിയ വന്നതിന് ശേഷം ഇരിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതും ഒരു ഭഗവാന്റെ ഒരു കടാക്ഷം കൊണ്ടാണ് അച്ഛൻ ഇരുന്നത്. അത് നമ്മുടെ സ്കൂളിലെ മറ്റേ ശ്രീകല ടീച്ചർ, ബിന്ദു ടീച്ചർ, GA ബിന്ദു ടീച്ചറൊക്കെ നേരിട്ട് കണ്ട കാര്യം കൂടെയാണ്. കാരണം അച്ഛന് ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ പണ്ട് അച്ഛൻ ഗൾഫിലായിരുന്നപ്പോഴും അപ്പൂപ്പൻ തലമുറ ആയിട്ടേ നമ്മൾ മുടങ്ങാതെ ആഴ്ചയിൽ മുരുകൻ കോവിൽ, ഇവിടെ കുമാരകോവിലിൽ പോകുന്നവരാണ്. ഇപ്പോൾ ഞങ്ങളാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛന് ഈ വയ്യാതെ ആയതിനു ശേഷം പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ അച്ഛന് ഭഗവാനെ കുറേ ഇടയ്ക്കൊക്കെ ചെന്ന് കാണുമായിരുന്നു. ഈ വയ്യാതെ ആയതിനു ശേഷം ഒരിടവും അച്ഛൻ പോകാത്തത് കൊണ്ട് അതും കാണാൻ പറ്റുന്നില്ല.
അപ്പോൾ ഭഗവാനെ കാണണമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ആ സമയത്തെന്തോ പോത്തങ്കോട് പോയപ്പോൾ ഭഗവാനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് സ്കൂള് തുറക്കുന്ന സമയത്ത് എന്നെ വീട്ടിൽ ചിച്ചു എന്നാണ് വിളിക്കുന്നത്. മോനേടാ ഞാൻ ഇതുപോലെ എനിക്കൊന്ന് സ്വാമിയെ കാണണം. അപ്പോൾ കളിക്കാടുണ്ട്. സ്കൂൾ തുറക്കണേ അന്ന് രാവിലെ അച്ഛനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ടീച്ചർമാരൊക്കെ അവിടെ ഇരിക്കുന്നു. ഇപ്പോൾ ഞാൻ അച്ഛനെ കൊണ്ടവിടെ കയറ്റിയപ്പോൾ ഞാൻ നോക്കി, എന്ത് വന്നത്? ഭഗവാനെ കാണാം. ഓ ശരി, അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛന് ഇരിക്കാൻ പറ്റില്ല. ഇരുന്ന മൂട്ട് നല്ല വേദനയാണ്, മടങ്ങൂല. പക്ഷെ അച്ഛൻ ആ വേദനയെ സഹിച്ചിട്ട് അച്ഛൻ ഇരുന്നു. അതിനുശേഷം അച്ഛൻ്റെ തറയിലിരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ തറയിൽ ഇരിക്കത്തില്ല, കസേരയിലല്ലാതെ അച്ഛൻ തറയിൽ അന്ന് ഇരുന്ന്. അത്ഭുതം അവിടെ തീർന്നില്ല. ഇരുന്നിട്ട് എന്ത് ഇനി വലിയ വരുത്തം തന്നെ കേട്ടോ, അച്ഛന് ബുദ്ധിമുട്ടുകളാണിനി എന്ന് പറഞ്ഞു, ശാരീരികമായ ഉണ്ട്. ഉടനെ ഒരാളൊരു കവറ് നിറച്ച് കുമാരകോവിലെ പ്രസാദം കൊണ്ടുവരാൻ ഇതെടുത്തിട്ട് അങ്ങ് കൊടുത്തു അച്ഛൻ്റെ കയ്യിൽ. അപ്പോൾ അച്ഛന് അത് ഇന്നും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇങ്ങനെ ഇന്ന് ആ അച്ഛൻ ഇരുന്ന സ്ഥലത്താണ് നമ്മളെ കളിക്കട ഫ്രെയിം. ഞാൻ എന്നും ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് സമയം ഉണ്ടെങ്കിൽ സ്കൂളിൽ പോകാൻ ഒരു 5 മിനിറ്റ് കിടക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും. കാരണം എൻ്റെ അച്ഛൻ ഇരുന്ന സ്ഥലമാണ്. അപ്പോൾ ഭഗവാന്റെ ഒരു സാമീപ്യം അവിടെ ഉണ്ട് എന്ന രീതിയിൽ ഞാൻ അവിടെ പോയിരിക്കും. ഇരുന്നിട്ട് ആ ഒരു ഫീലിംഗ്, ഒരു തണുപ്പ് മനസ്സിൽ കിട്ടും. എന്നിട്ടൊന്ന് 2 സെക്കൻഡ് കണ്ണടയ്ക്കും. ശ്രമിക്കാറുണ്ട് പലപ്പോഴും. എപ്പോഴും കിട്ടിയില്ലെങ്കിലും സമയം കിട്ടുമ്പോൾ അത് ഞാൻ ശ്രമിക്കും. എന്നിട്ട് ഞാൻ പറയും, ഈ സ്ഥലത്ത് ആ ഫ്രെയിം വന്നത് അച്ഛൻ ഇരുന്ന സ്ഥലമാണ്, ഇനി വേറെ ആരും അവിടെ ഇരിക്കില്ല അത് എന്ന് ഞാൻ സാറന്മാരുടെ അടുത്തും പറയാറുണ്ട്. അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഇത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ ഭഗവാന്റെ ഒരു ഇൻഫ്ലുവൻസ് അത് തന്നെയാണ്. അപ്പോൾ ഞാൻ അപ്പോഴാണ് ചിന്തിക്കുന്നത്, നമുക്ക് ഇങ്ങനെ ഉണ്ടാകുമെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചൊരു ദൗത്യമാണ് കുട്ടികളെന്ന് പറയുന്നത്. 100%. അപ്പോൾ അവരെ ഉയർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഒരു പാരൻസ് 1 or 2 പിള്ളേരെ കയ്യിൽ തരുമ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും 10,000-ഓളം പിള്ളേരെ നമ്മളെ കയ്യിൽ തരിക എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ ജോലിയായിട്ടല്ല കരുതുന്നത്. അതൊരു വലിയ ഒരു കാര്യം, ചുമതല ഏൽപ്പിച്ചതുപോലെയാണ്. അതത്ര എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യണോ അത് ഞങ്ങൾ ചെയ്യാൻ തന്നെ ശ്രമിക്കും. 100%. അതൊരു കുടുംബമാണ് സാർ. 100%. ചിന്താലയ കുടുംബം എന്ന് മാത്രമല്ല, ആ കുടുംബത്തിൻ്റെ രക്ഷകർത്താക്കളെന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. അപ്പോൾ ബാക്കിയുള്ള കാരണവർ സ്ഥാനത്ത് ആരെങ്കിലുമൊക്കെ വന്നിരിക്കാന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ രക്ഷകർത്താക്കളാണ് മക്കളെ വളർത്തുന്നത്. മുത്തച്ഛനൊന്നും വലിയ റോളില്ല. അപ്പോൾ മുത്തച്ഛ സ്ഥാനത്താണ് അവിടെ വന്ന് കസേരയിൽ വീട്ടിരിക്കുന്ന ഓരോ ആൾക്കാരെന്ന് മാത്രം. അപ്പോൾ നമ്മളെയൊക്കെ അതിനെ ഞാൻ പറഞ്ഞു വന്ന അതിലേക്ക് ഭഗവാൻ ആണ് എല്ലാം നിയോഗിക്കുന്നത്. നമ്മളൊന്ന് പ്ലാൻ ചെയ്താലും നടക്കില്ല ഭഗവാൻ. അപ്പോൾ ഇത്രയും നമ്മൾ അങ്ങനെ നിൽക്കുന്ന ഒരാളിനെ പിടിച്ചിട്ടാണ് മാനേജർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ഒരു കാരണവശാലും ഞാൻ തൊഴുത് പറഞ്ഞു എനിക്ക് പറ്റൂല, സാറിൻ്റെ എന്തോ ഒരു കോൺട്രിബ്യൂഷൻ. ഇപ്പം തന്നെ സാറ് ഇത്രയും വർഷം നമ്മൾ ചിന്താലയ്ക്കകത്ത് എന്തെല്ലാം ആക്ടിവിറ്റീസാണ് കുട്ടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ആക്ടിവിറ്റീസ് സത്യം പറഞ്ഞാൽ ഈ പബ്ലിസിറ്റി ഇല്ല എന്നതാണ് ഒരു ഇതെന്ന് പറയാം. ഇത് ആളുകളുടെ മൗത്ത് പബ്ലിസിറ്റിയാണ് കൂടുതലും. അപ്പോൾ ഈ സാറവിടെ വന്നപ്പോഴത്തേക്ക് നടന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ എല്ലാ ഫെസിലിറ്റീസും സാറിൻ്റേതായിട്ടുള്ള ഓൺ റെസ്പോൺസിബിലിറ്റി എടുത്ത് അത് ഷൂട്ട് ചെയ്ത് അത് പുറത്തേക്ക് കൊണ്ടുപോയി. ഞങ്ങൾക്ക് ഇപ്പോൾ വളരെ എളുപ്പമാണ്. കാരണം ഞങ്ങളുടെ സ്കൂളിനെ ഒന്ന് കണ്ടോ എന്ന് കാണിച്ചാൽ മതി. മാത്രമല്ല ഇപ്പം നമ്മൾ ഇത്രയും സൗകര്യം ഇന്ന് ആശ്രമത്തിൽ നിത്യം സഹകരിക്കുന്നവർ വരെ വിളിച്ചു ചോദിച്ചു നമ്മളെ സ്കൂളിൽ ഇത്രയും സൗകര്യം ഉണ്ടായിരുന്നു, നമ്മളെ സ്കൂൾ ഇങ്ങനെയാണോ? ഇല്ല, പഴയ കുട്ടികളും ചോദിച്ചു ഫെസിലിറ്റീസ് ഒരുപാടായല്ലോ സാർ, നമ്മുടെ സ്കൂളാണോ സാർ? അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഇതൊക്കെ നമ്മളല്ല, ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ടൂൾസ് മാത്രമാണ്. നമ്മൾ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചുകൊണ്ട് ആ കസേരയിൽ ഇരുന്നാലോ അല്ലെങ്കിൽ ഒരിടത്തിരുന്നാലോ നമുക്ക് പറ്റൂല. കാരണം ഇപ്പം നമുക്ക് അവിടെ വന്നിരിക്കാൻ വേറെ പല ആൾക്കാർക്കും മോഹമുണ്ട് അവിടെ വന്നിരിക്കാൻ. അവർക്ക് ഇരിക്കാൻ വേറെ ഒരു ചെയർ ഇല്ല. എനിക്ക് ഭഗവാൻ സ്വമേധ എനിക്ക് ഒരുപാട് ചെയർ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാനൊരു സ്ഥാപനം 25 വർഷമായിട്ട് ട്രിവാൻഡ്രത്താണ്. 25 വർഷമായിട്ട് ഒരിടത്തൊരു സ്ഥാപനം നടത്തുക എന്ന് പറഞ്ഞാൽ പോയിട്ട് ഒരു അസ്ട്രോളജി, കാരണം അതിൽ എന്തെങ്കിലും ഉടായ്പ കാണിച്ചിരിക്കാൻ പറ്റില്ല. വേറെ എന്ത് ഫീൽഡിൽ ഇരിക്കാൻ പറ്റും. 1/4 നൂറ്റാണ്ട് കഴിഞ്ഞു തിരുവനന്തപുരം ഹാർട്ട് ഓഫ് സിറ്റിക്കകത്ത് വഴുതക്കാട് ഒരു സ്ഥാപനം ഇട്ടിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അന്നോട്ട് ഭഗവാൻ ഉണ്ടാക്കി തന്ന കസേരയിൽ ഇരിക്കുകയാണ്. അന്ന് ഞാൻ ഭഗവാൻ എനിക്ക് ഉണ്ടാക്കി തന്നതാണെന്നുള്ള പേടി തന്നെയാണ് 25 വർഷമായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു പരിക്കം വന്നിട്ടില്ല. 2 സ്വന്തമായിട്ട് സ്ഥാപനം ഇട്ടു, ഹോസ്പിറ്റല്. അവിടെയും MDL റൂമെന്ന് പറഞ്ഞ റൂമുണ്ട്, അവിടെയും ചെയറുണ്ട്. ഇപ്പോൾ ദുബായിൽ പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന് പറഞ്ഞിട്ട് ഒരു ലിമിറ്റഡ്
അവിടുത്തെ കമ്പനിയായിട്ട് തന്നെ തുടങ്ങി. അവിടെയും MDക്ക് ഇരിക്കാനായിട്ട് ചെയറുണ്ട്. അവിടെ എല്ലാ മാസവും 10 ദിവസം കളിച്ചില്ല. അപ്പോൾ നമുക്ക് ഇതെല്ലായിടത്തും ഭഗവാൻ തന്ന ചെയറുകളുണ്ട്. പോകേണ്ടിടത്ത് എല്ലാം നമുക്ക് മെയിൻ ചെയറുകൾ തന്നിരിക്കുകയാണ്. അതായത് മെയിൻ ആളായിട്ട് നമ്മളെ ഭഗവാൻ ഇരുത്തിയിരിക്കുകയാണ്. ആ സ്കൂളിൽ വന്നപ്പോഴും അവിടെ ഒരു മെയിൻ ആളായിട്ടാണ് കൊണ്ടിരുത്തിയത് ഭഗവാൻ. എന്ന് വെച്ചിട്ട് അയ്യോ ഞാൻ എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് ചിന്താലയ വിദ്യാലയത്തിൽ കയറി കളിക്കാം എന്ന് വിചാരിച്ചു ആര് കളിച്ചാലും അവൻ്റെ നാശം. അത് അധ്യാപകനായാലും ശരി, അവിടെ അഭ്യാസം കാണിച്ച കുട്ടിയായാലും ശരി, അവിടെ അഭ്യാസം കാണിക്കുന്ന പേരൻസ് ആയാലും ശരി, അവിടെ അല്ലാതെ വരുന്ന ആൾക്കാരായാലും ശരി. കാരണം ഇതൊക്കെ സ്വാമിയുടെ മാത്രം, സ്വാമി എഴുതപ്പെട്ട വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അവിടെ തിരകഥയും സംവിധാനവും എല്ലാം ചെയ്യുന്നത് സ്വാമിയാണ്. നമ്മൾ വിചാരിക്കും നമ്മളാണെന്ന്, നമ്മളൊന്നുമല്ല. നല്ലത് മോശം വരുന്ന ഒരു പോസിറ്റീവ് നെഗറ്റീവ് വന്നാലേ അത് ക്ലിയർ ആയി വരും. അത് വരുത്തും, ഭഗവാൻ വരുത്തിയിട്ട് അതിനെ ക്ലിയർ ചെയ്യും. അപ്പൊ ആ ക്ലിയർ ചെയ്യുന്നത് സ്വാമിയാണ്. ഫിൽട്ടറേഷൻ. ഇപ്പൊ നമുക്ക് 6 മാസമേ ഉള്ളൂ നമ്മളവിടെ വന്നിട്ട്. 6 മാസത്തിനകത്ത് ഒരു CBSE സ്കൂളിനൊക്കെ NCC കിട്ടിയാൽ ഞാൻ പാടാണ്, സ്കൗട്ടൊക്കെ കിട്ടും. ആ NCC നമ്മളെ സ്കൂളിൽ കൊണ്ടുവരാൻ വേണ്ടി ഭഗവാൻ വിചാരിച്ചു. അതെ, അപ്പൊ നമുക്കത് ചെന്ന് കയറിയോണ്ട് തന്നെ ഭഗവാൻ നമ്മളെ കൂടെ നിന്ന് നമ്മളെ 10 പിള്ളേർക്കെങ്കിലും ഭഗവാന്റെ ആഗ്രഹം ജോലി കിട്ടുക. ഒരു കുട്ടിക്ക് ജോലി കിട്ടിയാൽ ഒരു കുടുംബം രക്ഷപ്പെടും. സ്വാമി എപ്പോഴും പറയണതാണ്, ഒരു കുടുംബത്തിൽ ഒരു കുട്ടിക്ക് ജോലി കിട്ടിയാൽ മതി, ഒരു കുടുംബം രക്ഷപ്പെട്ടില്ലേ. അപ്പോൾ ഒരു കുടുംബം രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ. അതുപോലെ ഇപ്പൊ നമുക്കൊരു ചെറിയ ഡോക്യുമെന്ററി എങ്കിലും നമ്മൾ പെട്ടെന്ന് ഐഡിയ തോന്നി നമുക്ക് ചെയ്യാൻ പറ്റി. അതിൽ കുറ്റമറ്റതാണ്, എല്ലാം ക്ലിയറാണ്. എന്നൊന്നും നമ്മളെ ഡോക്യുമെൻ്ററിക്കാരനൊന്നുമല്ല. പക്ഷേ നമ്മളെ ഐഡിയയിലുള്ള കാര്യങ്ങളെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഇന്ന് എന്താണ് സ്കൂള് എന്ന് സാധാരണക്കാരനൊരു മനസ്സിലാവും. വലിയ ടെക്നിക്കൽ നോളജ് ഉള്ളവർക്കോ ഐഡിയക്കാർക്കോ സ്ഥിരം ഇങ്ങനെ നടത്തുന്നവർക്കോ ഒന്നും ചിലപ്പം പിടി കിട്ടിയെന്നിരിക്കില്ല. പക്ഷേ സാധാ ഒരു മനുഷ്യൻ കണ്ടാൽ നമ്മളെ സ്കൂളിൽ ഇത്രയൊക്കെ ഉണ്ട്, നമുക്ക് കാണിച്ചു കൊടുക്കാൻ. ഇത് 20 വർഷത്തിനകത്ത് ഇല്ലായിരുന്നു. 20 വർഷത്തിനകത്ത് നമ്മളെ സ്കൂളിനെ കാണിക്കാൻ വേണ്ടി ഒരു പത്രം കൊണ്ട് നടക്കണം, അല്ലെങ്കിൽ എന്നോ ഒരു ബ്രോഷർ കൊണ്ട് കിടക്കണം. അല്ലാതെ എന്തുണ്ടായിരുന്നു? ഇതൊക്കെ സ്വാമി ചെയ്യിച്ചതെന്നാണ് ഞാൻ പറയണത്. ഇതൊക്കെ എൻ്റെ തലയിൽ ഉദിക്കണമെങ്കിൽ എൻ്റെ തലയ്ക്കകത്ത് ഒരുപാട് സാധനങ്ങളുള്ള ആളല്ല. ഞാൻ അത്യാവശ്യം ബുദ്ധിയുള്ളവനാണ്, വലിയ ബുദ്ധിമാനല്ല. അതുകൊണ്ട് എൻ്റെ തലയിൽ സാധനം ഉള്ളതുകൊണ്ട് സ്വാമി അതിനകത്ത് പ്രവർത്തിക്കും. ഒരുപാട് ബുദ്ധിയുള്ളവരുടെ തലയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്നു, ഒന്നും കയറ്റാനുള്ള സ്ഥലമില്ല. നമ്മുടെ തലയിൽ ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് ഭഗവാൻ അതിനകത്ത് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അമേരിക്കയിൽ ഹിന്ദു സമ്മേളനത്തിന് പ്രസംഗിക്കുന്ന സമയത്ത് കാലിൽ തൊട്ട് തൊഴുതിട്ട് ഞാൻ ആ ഹിന്ദു സമ്മേളനത്തിന് കയറി മയക്ക് എടുത്താൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ആളിൽ കൈയടിക്കുന്ന കണ്ടപ്പോഴാണ് ഉണർന്നത്. ബാക്കി പറഞ്ഞ ഭഗവാനാണ്. അതാണ് സ്വാമി. നമ്മൾ മിണ്ടാതെ നിന്നാൽ മതി. ഭഗവാനാണ് നമ്മളെ കൺട്രോൾ ചെയ്യണത്, ഞാൻ അല്ല എന്നുള്ള ഭാവം വിട്ട് നമ്മൾ നിന്നാൽ. എന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാത്തിനും ഭഗവാൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിരിക്കുകയെങ്കിൽ നമ്മളെ ആവശ്യമില്ലല്ലോ. അവിടെ മാനേജർ എന്ന് പറഞ്ഞിട്ട് ആളിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ഭഗവാൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ പോവുക. തെറ്റെന്ന് തോന്നുന്നത് ആര് ചെയ്താലും തെറ്റ്, ആര് ചെയ്താലും. അതെങ്കിൽ അച്ഛൻ ചെയ്താലും തെറ്റ്, അച്ഛനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. മോൻ ചെയ്താലും തെറ്റ്, മോനെ നമുക്ക് രക്ഷിക്കണം. അച്ഛൻ്റെ ധർമ്മമാണ് മോനെ രക്ഷിക്കുന്നത്. പക്ഷെ തെറ്റാണത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുറ്റമറ്റ ഒരു വിദ്യാഭ്യാസ രീതിയാണ് ശരിക്കും ചിന്താലയ വിദ്യാലയത്തിൽ എന്നുള്ളതിന് സംശയം വേണ്ട. അതിലൊക്കെ നിങ്ങളെയൊക്കെ പ്രവർത്തനം ഞാൻ അവിടെ വന്നതിന് ശേഷം തൊട്ട് കാണുന്നതാണ്. നിതിൻ സാറൊക്കെ എല്ലാ കാര്യത്തിലും, ഒരു കാര്യമൊന്നുമല്ല ഇവിടെ പഠിത്ത കാര്യമൊന്നും മാത്രമല്ല, പഠിത്ത കാര്യത്തിലും കുട്ടികളൊന്നും പരാതി പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. കാരണം ഞാൻ അവിടെ ഒരു കുട്ടികളെ ഒരു ടാസ്ക് നടത്തി. അന്നൊരു ദിവസം ഞാൻ രഹസ്യമായിട്ട് ചെയ്തതാണ്. ടാസ്ക് നടത്തിയപ്പോൾ അത് 120ഓളം കുട്ടികൾ എല്ലാ ഡിവിഷനും കൂടി എടുത്ത് ടാസ്ക് നടത്തിയാൽ അവരെല്ലാം എഴുതി തന്നതിലുണ്ട്. കുറേ ടീച്ചർമാരെ പേരുകളുമുണ്ട്. അവർ ചില പിള്ളേർ സാറന്മാരെ പിരിച്ചു വിടണമെന്ന് വരെ പറഞ്ഞിരിക്കുന്നു. പിള്ളേരെ പേര് എഴുതുന്നെന്ന് പറഞ്ഞ്, പിള്ളേരെ പേര് എഴുതുന്ന പിള്ളേർ ഒരിക്കലും പറയത്തില്ല. അപ്പോൾ സാറേ ഇത് ഒരിക്കലും നമ്മളെ കാര്യം കാണിക്കില്ല, ടീച്ചർമാർ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കും, അവരെല്ലാം കൂടി ഒരു ഗ്രൂപ്പാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതിൽ ഒരിടത്തും ശരിക്കും ഇതിൽ എനിക്ക് മൊബൈലിൽ വീഡിയോ കിടപ്പുണ്ട്. അപ്പം എൻ്റെ പിള്ളേർ എനിക്ക് എഴുതി തന്നതാണ്. യു ആർ നോട്ട് +2 ക്ലാസ് ചാർജാണ് തന്നത്. അപ്പോൾ യു ആർ എന്താണ് നോട്ട് അവർ ക്ലാസ് ടീച്ചർ ബട്ട് ഓൾസോ എ പാരൻറ്റ്. അതെ, അങ്ങനെയാണ് എഴുതുന്നത്. അല്ല അതിൽ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ വീഡിയോയിൽ. ഞാൻ കുട്ടികളുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും ബുക്ക് എടുക്കുമ്പോൾ കുട്ടികളുടെ അടുത്ത് ആദ്യം പറയുന്നത് ആദ്യത്തെ പേജിൽ മാതാപിതാ ഗുരു ദൈവം ഇത് എഴുതണം. ഇത് എഴുതിയിട്ട് അവർ തുടങ്ങത്തുള്ളൂ നോട്ട് എഴുതി. അപ്പോൾ ആ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഇമ്പോർട്ടൻസ് അത് വളരെ വലുതാണ്. അത് അവർ മനസ്സിലാക്കി. വെച്ചാൽ ആ വീഡിയോയിൽ
എൻ്റെ അച്ഛൻ്റെയും അമ്മയും ഞാനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ വരെ കുട്ടികൾ ഇട്ടിട്ട് അത് കുട്ടികളുടെ മനസ്സിൽ എനിക്കത് എന്ത് ചെയ്യാം കൊണ്ടെത്തിക്കാൻ സാധിച്ചു എന്നതാണ്. എൻ്റെ അച്ഛനും അമ്മയുടെ കാര്യമല്ല, അവർക്കും അവരെ അച്ഛനെയും അമ്മയും അത്രയും പ്രാധാന്യം ഇന്നത് പലയിടത്തും ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ പലയിടത്തും കാണുന്നുണ്ട്. ഈ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ തിരിഞ്ഞു നോക്കാതെ ഇടുന്ന ഒരുപാട് പേരുണ്ട്. ഈ വഴിയിൽ ഒരു വയസ്സായ ഒരു അച്ഛനോ അമ്മയോ ആരെങ്കിലും ഇങ്ങനെ നിൽക്കണേ കണ്ടാൽ ഞാൻ പെട്ടെന്ന് എൻ്റെ അച്ഛനെയോ എൻ്റെ അമ്മയോ കാണുന്നത്. കാരണം ഞാൻ ഇന്ന് അവരെ നോക്കിയില്ല എങ്കിൽ അവരെ ജീവൻ ഇന്ന് തീരും. അത്രയ്ക്ക് ഇരിക്കുകയാണ്. കാരണം അത്രയും ചികിത്സയും കാര്യമായിട്ടിരിക്കുന്നത്. നമ്മളത് നോക്കിയില്ല. അതെല്ലാം ഈ ഒരു ഇടത്ത് നിന്നുകൊണ്ട് എനിക്ക് അതിനുള്ളൊരു സോഴ്സ് തരുന്നത് ഭഗവാനാണ്. ഒരു ബുദ്ധിമുട്ടില്ലാതെ സന്തോഷത്തോടു കൂടി കുട്ടികളെ കാര്യവും നോക്കാൻ പറ്റും, ഇതും നോക്കാൻ പറ്റും, എല്ലാം നടത്തും. സത്യം എന്നതാണ്. അപ്പോൾ ഇത്രയും സമയം ഭഗവാന്റെ ചാനലിൽ വന്ന് ശരിക്കും നമ്മൾ കേൾക്കുന്നവർക്ക് തോന്നുന്നത് നമ്മൾ കുശല പ്രശ്നം നടത്തിയതുപോലെയാണ് ഞങ്ങൾ സംസാരിച്ച് പോയത്. ശരിക്കൊരു ഇൻ്റർവ്യൂ അല്ലായിരുന്നു. ഞങ്ങളുടെ കാര്യങ്ങളും പഴയ കാര്യങ്ങളും പുതിയ കാര്യമൊക്കെ, കാരണം ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അതുപോലെ പഴയ ആൾക്കാരായതുകൊണ്ട് പഴയ കാര്യങ്ങളിലേക്കൊക്കെ പോയി എന്ന് മാത്രം. എന്നാലും എല്ലാ ഭക്തന്മാർക്കും ഇപ്പോൾ സാർ ഇത്രയും സമയം വന്ന് ഭഗവാന്റെ ഭക്തന്മാർക്കും അതുപോലെ ചാനൽ കാണുന്നവർക്കും വേണ്ടി ഒരു അധ്യാപകൻ്റെ രീതിക്കുപരി ഒരു ഭക്തൻ എന്നുള്ള നിലയിലും കൂടെ സംസാരിക്കേണ്ടായി. അപ്പോൾ എല്ലാ ഇത്രയും സമയം സംസാരിച്ച സാറിനും അതുപോലെ എല്ലാ പ്രേക്ഷകർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.